നമസ്കാരം. വലിയ ചരിത്രമോ പാരമ്പര്യമൊന്നും പറയാൻ ഒരുപക്ഷെ അവകാശപ്പെടാനില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ശ്രീരാമന്റെ കഥയിലോ ബുദ്ധന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ബൈസന്റൈൻ എംപയറിന്റെ അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിന്റെ ഒന്നും അവകാശങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു ആധുനിക രാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം ഓസ്ട്രേലിയക്ക് ചരിത്രമില്ല എന്നല്ല. ആ ചരിത്രമെല്ലാം അബോറിജിനൽ ഹിസ്റ്ററിയാണ്. അത് എത്രമാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നത് സംശയമാണ്. കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷം മാത്രം ഒരു ഡച്ച് കോളനിയും പിന്നീട് ഇംഗ്ലീഷ് കോളനിയുമായി മാറിയ ഒരു രാജ്യത്തേക്ക് അബ്ദുള്ള കുട്ടി മാഷ് നടത്തിയ യാത്രയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അബ്ദുള്ള കുട്ടി മാഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ സദസ്സിൽ അബ്ദുള്ള കുട്ടി മാഷെ പരിചയപ്പെടുത്തുക എന്നത് തന്നെ അനൗചിത്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരേ സ്ഥലത്തേക്ക് 10 പേർ യാത്ര ചെയ്യുമ്പോൾ അത് 10 യാത്രകളായിരിക്കും. ഓസ്ട്രേലിയ എന്നതിലപ്പുറം ഞാൻ ഈ സംസാരത്തില് അബ്ദുള്ള കുട്ടി മാഷ് കണ്ട ഓസ്ട്രേലിയ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വമാണ് അബ്ദുള്ള കുട്ടി മാഷ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനായി ഞങ്ങൾക്ക് പരിസ്ഥിതിയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്ന ഒരു മുഖം മാത്രമാണ് അബ്ദുള്ള കുട്ടി മാഷിനെ കുറിച്ച് എനിക്കുള്ളത്. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അധ്യാപകൻ, ഗ്രന്ഥകർത്താവ്, സംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ, അങ്ങനെ പല മേഖലകളിലായിട്ട് അബ്ദുള്ള കുട്ടി മാഷ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം നടത്തിയ ഓസ്ട്രേലിയൻ യാത്രയെ കുറിച്ച് അദ്ദേഹം തന്നെ ആദ്യം ഒന്ന് സംസാരിക്കും. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, ഓസ്ട്രേലിയക്ക് വലിയ ചരിത്രമില്ല എന്ന് പറഞ്ഞ പോലെ 30ഉം അതല്ലെങ്കിൽ 20ഉം ഒക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച തൊട്ടു മുമ്പ് സംസാരിച്ച 2 യാത്രികരുടെ യാത്രയുടെ ചരിത്രവും എനിക്കില്ല. ഇന്ത്യ തന്നെ കണ്ടു തീർന്നിട്ടില്ല എന്നുള്ള ഒരു തോന്നലിൽ വല്ലാത്തൊരു അന്താളിപ്പിലാണ് ഞാൻ. എൻ്റെ 3ാമത്തെ വിദേശയാത്രയാണ് ഓസ്ട്രേലിയ. പിന്നെ ഇവിടെ ഇരിക്കാൻ ഉണ്ടായ സാഹചര്യം, എന്നെക്കാൾ ഒരുപാട് യാത്ര ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ പോയ ആളുകളുണ്ടോ? അവിടെ ഉണ്ട് ഒരാള്, മോമാക്കുണ്ട്. മോമാക്കനിപ്പോ ഈ മാസം പോകാൻ നിൽക്കാന്ന് എനിക്കറിയാം. അപ്പോ മോമാക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള ധൈര്യം കൂടെ എനിക്കുണ്ട്. പിന്നെ ഞാൻ 1-2 കാര്യം പരമാവധി വർത്താനായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. 1-2 കാര്യം യാത്ര എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, എൻ്റെ യാത്രകൾ ഒരു 99% എൻ്റെ സൗഹൃദങ്ങളോട് കടപ്പെട്ടിട്ടാണ്. ആ ഇന്ത്യക്കകത്ത് ഞാൻ നടത്തിയ യാത്രകളും ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നെ യാത്ര ഒന്ന് കൂടെയുള്ള ആളുകൾ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനമാണ് ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. വളരെ അടുപ്പമുള്ള, നമുക്ക് ശരിക്കും വൈവിധ്യത്തെ സൂക്ഷിക്കാൻ പറ്റിയ 1-2 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ 2-3 സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലാണ് ഇതുവരെ നടത്തിയ യാത്രകളൊക്കെ. ഈ ഓസ്ട്രേലിയ യാത്ര മാത്രമാണ് തനിച്ച് നടത്തിയത്. പക്ഷെ അത് ടെക്നിക്കലി മാത്രമേ തനിച്ച് ആവുന്നുള്ളൂ. അവിടെ എത്തിയതിന് ശേഷം എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ സൗഹൃദങ്ങളോടാണ് എൻ്റെ യാത്രകളൊക്കെ കടപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് യാത്ര ചെയ്യാറുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിച്ചുകൊണ്ട് അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമയത്തിൻ്റെ ഒക്കെ ഒരു പങ്ക് നമ്മൾ എടുത്തുകൊണ്ടുള്ള യാത്രകളാണ് കൂടുതൽ ഞാൻ നടത്തിയിട്ടുള്ളത്. പിന്നീട് ഫേസ്ബുക്കിലൊക്കെ എഴുതാനൊക്കെ തുടങ്ങിയപ്പോൾ ഫേസ്ബുക്ക് സൗഹൃദം അതും യാത്രയിൽ വലിയ തുണയായിട്ടുണ്ട്. ഇപ്പൊ ഈ ഓസ്ട്രേലിയ യാത്രയിൽ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്നുള്ള ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഞാൻ ആദ്യമായിട്ടത് UAE യാത്രയിലാണ്. UAE പോയ സമയത്ത് ഷാർജ പുസ്തകമേളക്ക് വരുന്നുണ്ട് എന്നുള്ള വെറുതെ ഒരു 10 വർഷം മുമ്പാണ് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പോ
നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള സ്റ്റുഡൻസ്, ബന്ധുക്കൾ ഒക്കെ നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ കൊണ്ടു നടക്കാൻ അവിടെ ഉണ്ടായി എന്നുള്ളത് അത് ദുബായിലൊക്കെ ഷാർജയിലും ഒക്കെ നമ്മൾ അനുഭവിച്ചൊരു കാര്യമായിരുന്നു. എവിടെയും ഒരു ഹോട്ടൽ കൂടി എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അതൊരു ശൈലിയാക്കി സുഹൃത്തുക്കൾ ഉള്ളിടത്തേക്ക് പോവാ. ആദ്യം ലോകം പരന്നു കിടക്കണം. അപ്പോ ആദ്യം സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. പിന്നെ മാത്രമല്ല ഈ സൗഹൃദങ്ങളിലേക്കും കൂടിയാണ് യാത്ര, കുറെ സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല. അപ്പോ FB സൗഹൃദം ഇതിൽ ഇവിടെയുള്ള മോമാക്കാന്റെ മോള് മഞ്ചേരി N മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മോൾ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ മോമാക്കാൻ എനിക്ക് അറിയുമെങ്കിലും അതെനിക്ക് അറിയില്ലായിരുന്നു ഓസ്ട്രേലിയ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരടക്കമുള്ള കുറെ സുഹൃത്തുക്കൾ നമ്മളുമായിട്ട് ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്യുന്നു. അത് ഇവിടെ എത്ര പേർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിയുന്ന, നമ്മുടെ പോസ്റ്റും നമ്മുടെ കയ്യിലിരിപ്പൊക്കെ പ്രധാനമാണ്. നമ്മളെ അറിയുന്ന ആളുകൾ എങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുക, അവര് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നുള്ള ഒരു തോന്നൽ ഈ യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോ കുറെ അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ. അതുകൊണ്ട് എനിക്ക് എവിടെയും ഒറ്റമുറിയില്ല താമസിച്ചു. പക്ഷെ ഞാൻ അടുത്ത ഒറ്റമുറിയല്ല, എനിക്ക് അങ്ങനെ എവിടെയും ഒറ്റമുറി എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ യാത്രയുടെ ചെലവൊക്കെ പറയുമ്പോൾ എന്റെ യാത്രയെ ഒരു മോഡലാക്കി എടുക്കാൻ പറ്റില്ല. എനിക്ക് കാര്യമായിട്ടൊരു ചെലവും വന്നിട്ടില്ല. പിന്നെ ഫ്ലൈറ്റ് നമ്മളതോ സുഹൃത്തുക്കളൊന്നും അല്ലാതെ അതിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ യാത്രകൾ സൗഹൃദങ്ങളിലേക്ക് കൂടിയുള്ള യാത്രയാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം, ഒരുപക്ഷെ ഇവിടെ എന്റെ തൊട്ട് മുമ്പ് സഞ്ചരിച്ച രണ്ടുപേരെക്കാളും കൂടുതൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. കാരണം എന്റെ അനുഭവങ്ങൾ എന്റെ സുഹൃത്തുക്കളുടെ കൂടി അനുഭവങ്ങളാണ്. അവർ ചൂണ്ടിക്കാണിച്ചു തരുന്ന അവരുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ, അത് അവരുടെ യഥാർത്ഥ അനുഭവങ്ങളിൽ വരുന്ന ഇൻഫർമേഷൻ. വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരാണ്. അത് നമുക്ക് വലിയ സഹായമായിട്ട് മാറുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാക്കുന്നുണ്ട് നമ്മുടെ യാത്രകളെയും നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിൽ. അപ്പോ ഓസ്ട്രേലിയ യാത്രയെ കുറിച്ച് പറയാം. എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഒന്നും കേട്ടോ, അത് ഓസ്ട്രേലിയ ഉണ്ടായത് കൊണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ അതിനേക്കാൾ ഓസ്ട്രേലിയ എന്റെ സുഹൃത്തുണ്ടായതുകൊണ്ടാണ്. സന്തോഷ് എന്ന എന്റെ BA ക്ലാസ്മേറ്റ്. ഞാൻ ശരി യാത്രാനുഭവം പറയുമ്പോൾ ചില മനുഷ്യരെ കുറിച്ചുകൂടെ പറയേണ്ടതുണ്ട്. സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ പറയേണ്ട ഒരാൾ കൂടിയാണ് സന്തോഷ്. കാരണം ഞങ്ങൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ BA മലയാളം 91 പഠിച്ചിറങ്ങിയ ആളുകളാണ്. BA മലയാളം. പക്ഷെ സന്തോഷിന്റെ ഉള്ളിൽ അന്ന് ലോകം മുഴുവൻ കാണണമെന്നായിരുന്നു. ഞങ്ങൾ BAക്ക് പഠിക്കും. അപ്പൊ ഞങ്ങൾ കളിയാക്കും, ഈ കേരള പള്ളിനെയും പഠിച്ചിട്ട് എന്ത് കേരളത്തിന് പുറത്ത് കിട്ടുക. പക്ഷെ അന്ന് അവൻ ജെയിംസ് ജോയ്സിയുടെ പോർട്രേറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന ആ നോവൽ മലപ്പുറം കോളേജിലെ ലൈബ്രറിയിൽ എടുത്തിട്ട് ഒരു കൊല്ലം അതിങ്ങനെ വായിക്കാതെ കക്ഷത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. ജെയിംസ് ജോയ്സിയുടെ നാടായിരുന്നു അവരുടെ സ്വപ്നം, അയർലാൻഡ്. പിന്നീട് വിശദമായി പറയേണ്ടതാണ്. പക്ഷെ പിന്നീട് അവൻ അയർലാൻഡിലെത്തി. ഏതാണ്ട് 12 വർഷക്കാലം അയർലാൻഡിൽ താമസിച്ചു. എന്നെ പലതവണ അയർലാൻഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. വേറെ നീ പറയുന്ന കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്തുകൊണ്ടോ അത് പറ്റിയില്ല. പിന്നീട് അവൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. 10-15 വർഷക്കാലമായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് തരപ്പെട്ടത്. ഇപ്പോഴൊന്നും പറയാൻ വയ്യ. ഏതാണ്ട് 2 വർഷം മുമ്പ് ആണ് സന്തോഷ് ഓസ്ട്രേലിയയിലേക്ക് എന്നെയല്ല ഞങ്ങളുടെ ഇടയിൽ എന്റെ ഭാര്യ റുബിയയും ക്ഷണിക്കുന്നത്. അതിന് കാരണം സന്തോഷം അങ്ങനെ വളരെ പെട്ടെന്ന് കാരണം ഉണ്ടായത് ഞങ്ങളുടെ മോന്റെ മരണമാണ്. പലർക്കും അറിയാം. 22 വയസ്സുള്ള മോൻ പെട്ടെന്ന് മരണപ്പെട്ട ആ വല്ലാത്തൊരു ട്രോമയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് സന്തോഷ് അവിടുന്ന് വിളിക്കുന്നു, ഓസ്ട്രേലിയ നിങ്ങൾ വീട്ടിൽ പോരും, ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഒന്ന് നിന്നിട്ട് പോരൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷിന്റെ വീട് കാളിയാകൊന്ന് പോരൂ എന്ന് വിളിക്കുന്ന പോലെയാണ് അവർ ഞങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് വിളിക്കുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങൾ സ്ഥിരമായി കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പോക്ക് പോകുന്നതില്ലാതെ ഞങ്ങൾക്കൊരു ഹീലിംഗ് ആയിരിക്കും. യാത്ര ഒരു ഹീലിംഗ് കൂടിയാണ്. അത് ഞങ്ങൾക്ക് ഒരുപാട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങൾ ആ യാത്രയെ കണ്ടു. വിസ പ്രോസസ്സിംഗ് തുടങ്ങി.
വിശദമായിട്ട് പറയേണ്ടതാണ്, കാരണം നമ്മൾ അറിയേണ്ട കാര്യമാണ്. അത്ര എളുപ്പമല്ല വിസ കിട്ടുക എന്നുള്ളത് ഓസ്ട്രേലിയയിലേക്ക്. അവിടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ സന്തോഷ് മുസ്ലിം ആരായാലെ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് സാങ്കേതികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്, പേപ്പറുകളൊക്കെ ആവാൻ. മറ്റൊന്നുണ്ടായത് നമുക്ക് അത്രയുള്ള ബാങ്ക് ബാലൻസ് മലയാളികളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറിച്ചൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള ചില ധാരണകൾ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുങ്ങും എന്നാണ്. അപ്പൊ 3 വർഷത്തേക്കാണ് അവര് നമുക്ക് വിസിറ്റിംഗ് വിസ തരാ. 3 വർഷത്തേക്കാണ്. എനിക്ക് 3 വർഷത്തേക്കുള്ള വിസയാണ്. അതിനിടയ്ക്ക് എത്ര തവണ വേണമെങ്കിലും പോവാം. 3 മാസത്തിൽ കൂടുതൽ ഒറ്റ തവണ നിൽക്കാൻ പാടില്ല. 3 മാസത്തേക്കാൾ എക്സിറ്റ് ആവണം. അപ്പൊ അങ്ങനെ ഒരു വിസയാണ് കിട്ടുക എന്നുള്ളത് കൊണ്ട് വിസ പ്രോസസ്സിംഗ് വളരെ കർശനമാണ്. അത് പിന്നീട് ചെന്നപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് കർശനമാവുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ ഓസ്ട്രേലിയൻ പൗരൻ ആയ ആളും ഞാനും തമ്മിൽ അവിടെ ഒരു വ്യത്യാസമല്ല. എയർപോർട്ടിൽ ഇറങ്ങി പുറത്ത് ചാടുന്നതോടുകൂടി ഞാൻ ഒരു ഓസ്ട്രേലിയൻ പൗരൻ എന്തൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുമോ അതൊക്കെ എനിക്കും അനുഭവിക്കാം. അവിടെ പിന്നെ ഞാൻ ആരും പാസ്പോർട്ടൊന്നും ആവശ്യമേ ഇല്ല. എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് പോകാൻ മാത്രമാണ് പാസ്പോർട്ട് വേണ്ടത്. അതുകൊണ്ട് കർശനമാണ് കാര്യങ്ങൾ. അപ്പോ ബാങ്ക് ബാലൻസ് വേണം, തിരിച്ചു നമ്മൾ വരുന്നത് ഉറപ്പ് വേണം. അപ്പൊ അതൊക്കെ കൂടെ ഞങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ പേപ്പേഴ്സും നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തത്, ഗവൺമെന്റ് നമുക്ക് തരുന്ന NOC, സാലറിയുടെ ഡീറ്റെയിൽസ്, വീടിന്റെ ആധാരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം, വണ്ടിയുടെ RC അടക്കമുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സാധനം തിരിച്ചിട്ട് പോലും എന്ന് അവർക്ക് ഉറപ്പ് കിട്ടണം. പിന്നെ മോള് കൂടെ വരുന്നില്ല അതിനുള്ള രേഖ, കാരണം മോള് ഉണ്ടായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരും. ഇങ്ങനെയൊക്കെ കുറെ സംഗതികൾ. അങ്ങനെ ഞങ്ങൾ ഈ സംഗതി വിസ പ്രോസസ് ആരംഭിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചത് ഭാര്യ ഭർത്താക്കന്മാരാണോ പോകണം, ഇന്റതൊക്കെ റെഡിയാണ്, ഓൾ ഇന്ത്യ നേടരായി. അങ്ങനെയാണോ പിണറായി വിജയൻ പോകുമ്പോ ബാങ്ക് ഒരു ഭാര്യ ഉണ്ടാവും. ഏത് ആൾക്കാർ അങ്ങനെ പുറത്തു പോകുമ്പോ ഭാര്യ ഒരു കൂട്ടി എന്നുള്ള ചെറിയ ഒരു അബദ്ധ ധാരണ എനിക്കുണ്ടായതുകൊണ്ട് അവളുടെ പാസ്പോർട്ട് ഒഴികെ വേറെ രേഖയില്ലായിരുന്നു. അങ്ങനെയാണ് അപ്പഴ ചെയ്തത്. പക്ഷെ അത് റിജക്ട് ചെയ്യപ്പെട്ടു. സംഭവിച്ചത് വെച്ചാൽ എംബസി പ്രോസസ് നടത്തുമ്പോൾ ഞാനൊരു വ്യക്തിയാണ്. ഞങ്ങൾ കപ്പിളാണെന്നോ ഞങ്ങളുടെ കല്യാണം നിൽക്കാതെ കഴിഞ്ഞിട്ടുണ്ടോ മൂല്യര് കഴിച്ചതാണെന്നോ അതൊന്നും അവരെ 2 ഫയലാണ്. രണ്ടാളുകൾ പരിശോധിച്ചു. അവർക്കൊന്നുമില്ല, ഒരു പാസ്പോർട്ട് മാത്രമാണ്. അത് തള്ളി. അപ്പോഴാണ് നമ്മൾ ഇത് സന്തോഷം അത്ര കൃത്യമായിട്ട് അറിയാം. കാരണം അവനാദ്യമായിട്ടല്ലേ എങ്ങനെ കൊണ്ടുപോകുക. അപ്പോ പിന്നീട് രണ്ടാമത്തെ പ്രോസസ്സിംഗ് വീണ്ടും അവർക്ക് വിസ കൊടുത്ത് കുറച്ച് പൈസ അക്കൗണ്ട് കൊണ്ടിട്ടു. അത് തട്ടിപ്പോന്നവർക്ക് മനസ്സിലായി. അപ്പോ വീണ്ടും റിജക്ട് ചെയ്തു. പിന്നെ അവൾ ബ്ലാക്ക് ലിസ്റ്റിലായി. ഇനി 3 വർഷം കഴിഞ്ഞാലേ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അവള് പറഞ്ഞു, എന്നെ വിശ്വാസമില്ലാത്ത ഓസ്ട്രേലിയയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. അവളോട് ഇരിക്കുന്നത്. പക്ഷെ അവളില്ലാതെ ഞാനുമില്ല എന്ന് ഞാനും തീരുമാനിച്ചാൽ 2 വർഷം ഒരു വിസ കൈകാരണം. ഇപ്പൊ സന്തോഷം വീണ്ടും വിളിച്ച് പറഞ്ഞു, വിസയുടെ കാലം അവര് തീരല്ലേ, ഒന്നുകൂടെ പോലും എന്തെങ്കിലും അറേഞ്ച്മെന്റ് നടത്തിക്കോ, നീ ഒറ്റയ്ക്ക് പോകാൻ. അപ്പൊ പിന്നെ അവളുടെ ഒരു പിന്തുണയുണ്ടായപ്പോ അവള് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രയാസമുള്ള സമയത്താണ്, ഒറ്റയ്ക്ക് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് യാത്ര നടത്തിയത്. അപ്പോ അധിക ദിവസം നിൽക്കാൻ വയ്യ. എനിക്ക് വേണമെങ്കിൽ 3 മാസം എന്തായാലും നിൽക്കാം. പക്ഷെ പ്രശ്നമല്ല, ഞാൻ റിട്ടയർ ആയ വർഷമാണ്, ലീവൊക്കെ ഉണ്ട്. പക്ഷെ തനിച്ചാക്കി പോകുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചപ്പോ പോട്ടാന്ന് വെച്ചു. അങ്ങനെ അധിക ദിവസം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 17 ദിവസം അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 67,000 രൂപയാണ് അങ്ങോട്ട് നിൽക്കുമ്പോഴുള്ള ഫ്ലൈറ്റ് ചാർജ്. നെടുമ്പാശ്ശേരി ടു ബാംഗ്ലൂർ. പിന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇൻഡിഗോക്കാണ് ചാർജ് കുറവ്. ബാംഗ്ലൂരിൽ നിന്ന് കോട്ടാസ് എന്ന ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിലാണ് കമ്പാരിറ്റീവ്ലി ഫ്ലൈറ്റ് ചാർജ് കുറവുള്ള ഒരു സർവീസാണ് അവരുടേത് എന്ന് ട്രാവൽസിലുള്ള ഒരു സ്റ്റുഡന്റ് പറഞ്ഞു. അവൻ വഴി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. 67,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ചെലവ് വരുന്നുള്ളൂ. അപ്പോ ഇത് തന്നെ എനിക്ക് ആകെ ചെലവ് വന്നിട്ടുള്ളൂ. അങ്ങനെ നെടുമ്പാശ്ശേരി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു 12 മണിക്കൂറാണ് ബാംഗ്ലൂരിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള യാത്ര. സിഡ്നിയാണ് എനിക്ക് ചെല്ലേണ്ട ലക്ഷ്യസ്ഥാനം. അവിടെ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഞാനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി. എന്റെ കൺസേൺസ് എന്തൊക്കെയാന്നുള്ളത് എന്റെ ഫ്രണ്ടിന് അറിയാം. ഒരു യാത്രയിൽ ഞാൻ എന്തൊക്കെയാണ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ്, ഒരുമിച്ച് ജീവിച്ചതാണ്.
അതിൻ്റെയൊക്കെ അനുഭവം ഉണ്ടായതുകൊണ്ട് കൃത്യമായി എൻ്റെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്കായി ശരിക്കും നല്ലൊരു ഇറ്റിനറി അവൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനേക്കാൾ ചെല്ലേണ്ട ആവശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെയാണ് ഈ യാത്ര സാധ്യമായത്. പിന്നെ ഈ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഒരിക്കൽ മലേഷ്യയിൽ പോയ സമയത്ത് ഒരു ചെറിയ യാത്ര മലേഷ്യയിലേക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. കമന്റിൽ ഒരുപാട് പക്ഷേ നിങ്ങൾക്ക് മലേഷ്യയിലൊക്കെ ചെറുതാണല്ലേ എന്നൊക്കെ രീതിയിൽ അതേപോലെ അതിനേക്കാളും വലിയ സ്ഥലങ്ങളും വലിയ ദൂരങ്ങളും വലിയ ചെലവുമുള്ള യാത്ര ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചെറുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് ഒരു ചെറിയ യാത്ര എന്ന് ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരു വലിയ യാത്ര എന്നല്ല, കാരണം ലോകം വളരെ വിശാലമാണെന്നും നമ്മളൊക്കെ വളരെ ചെറിയ മനുഷ്യന്മാരാണ്, നിസ്സാരന്മാരാണ് എന്നൊക്കെ ഓസ്ട്രേലിയയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ യാത്രയാണെങ്കിൽ എന്തായാലും സാധാരണ ഞാൻ പോകുമ്പോൾ ഏത് ചെറിയ യാത്രയിലും വലിയ യാത്ര ഒന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ചന്ദ്രബാബൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു സഹയാത്രികനാണ് പല യാത്രകളിലും. ഞങ്ങൾ ചിലപ്പോ ഒരു വല്ലാതെ കെട്ടിക്കിടന്ന് വല്ലാതെ മുരടിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ വിളിച്ചിട്ട് പറയും നമുക്കൊന്ന് നാടുകാണി കയറാം. നാടുകാണി ചുരം കയറി പോയിട്ട് പന്തല്ലൂര് തേയില കമ്പനിയുടെ ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ചായ കുറിച്ച് തിരിച്ചു കണ്ടു പോലും. പക്ഷെ ആ യാത്രയുടെ പ്രോസസ്സ് വളരെ പ്രധാനമാണ്. ഞങ്ങൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് സമയത്ത് പോകുന്നു എന്നുള്ളത് പ്രധാനം. ഒരു സാധാരണ പോകുന്ന വഴി ഒന്ന് വഴിമാറി സഞ്ചരിക്കുക, അല്പൊരു വിസ്മയത്തിന്റെ കണ്ണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് പോകും ശരിയായ അർത്ഥത്തിൽ യാത്ര തന്നെയാണ്. അപ്പൊ സാധാരണ ഞാൻ പോകുമ്പോൾ സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്ന് വഴിമാറി പോകാറുണ്ട്. അത് നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പോകുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം മനുഷ്യൻ എന്നുള്ളവർക്ക് മനുഷ്യർ എന്തെല്ലാം വ്യത്യസ്തമായ തലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് ശ്രദ്ധിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ യാത്ര നവീകരിക്കുക. പോകുന്നതിന് മുമ്പുള്ള ഞാനും വന്നതിന് ശേഷമുള്ള ഞാനും തമ്മിൽ ചെറിയ വ്യത്യാസം ഏതെങ്കിലും തരത്തിലെങ്കിലും ഉണ്ടാകണം. കുറച്ചുകൂടി നമ്മുടെ ലൈഫിനെ സുന്ദരമാക്കാൻ സൗമ്യമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആ യാത്രയിൽ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ പ്രകൃതിയും നദികൾ, പക്ഷികൾ, അവിടുത്തെ മരങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എവിടെ പോയാലും ലൈബ്രറികൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ളൊരു സ്കൂൾ സിസ്റ്റം ശ്രദ്ധിക്കാറുണ്ട്. സിമ്പിളായി എങ്ങനെ ജീവിതത്തെ സുന്ദരമാക്കാം അത് ആൾക്കാരെ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. മിനിമലിസം ജീവിതത്തിലെ അങ്ങനെയുള്ള ചില മനുഷ്യരെയൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്ര. അത് തന്നെയാണ് ഞാൻ ഈ യാത്രയും പ്രാധാന്യം കൊടുത്തത്. നമുക്ക് സ്ലൈഡ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു തിരനോട്ടം പോലെ ഒന്ന് കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ഞാൻ കാണുന്നത് ഇത് നമ്മുടെ മോഹൻലാലിന്റെ മകൾ താമസിക്കുന്ന ആ വീടിന്റെ പരിസരമാണ്. അവരുടെ അല്ല ഇത് പൊതു വഴിയാണ്, പക്ഷെ വീട്ടിലേക്കുള്ള വഴിയാണ്. വീട്ടിലേക്കുള്ള വഴി അതിന്റെ നീറ്റ്നെസ് ഒക്കെ ഒന്ന് നോക്കുക. അതിന്റെ എങ്ങനെ ഇത്ര നീറ്റ് ആകും എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഒരു ബുക്ക് ഷോപ്പാണ്. ലൈബ്രറികളും ബുക്ക് ഷോപ്പുകളൊക്കെ എവിടെ പോയാലും പോകാറുണ്ട്. പക്ഷെ ഈ ബുക്ക് ഷോപ്പിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, ബുക്ക് ഷോപ്പില് ഈ ബുക്കുകള് ചില ബുക്കുകളുടെ അടുത്ത് വായനക്കാർക്ക് റിവ്യൂ എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. ബുക്ക് ഷോപ്പില് അത് അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ആൽക്കമിസ്റ്റ് വായിച്ചതാണ് അതിന്റെ കുളിപ്പഴിയിലേക്ക് താഴെ കൊണ്ടുപോയി വെച്ചത്. അതിന്റെ പേരുണ്ടാവും. എന്നിട്ട് ഇവര് പറയും അവർ റീഡേഴ്സ് ടൈംസ് എന്നൊക്കെ കൊണ്ടവരുടെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റാളുകളുടെ എഴുത്തുണ്ടാവും. പേന കൊണ്ട് കടലാസിൽ എഴുതിയ സാധാരണ കുറിപ്പുകൾ പല ബുക്ക് ഷോപ്പുകളും ഇവിടുന്ന് കാണാൻ കഴിയാം. 3 ബുക്ക് ഷോപ്പിൽ പോയി 2 ലൈബ്രറികളും അവിടുന്ന് കാണാൻ പറ്റി. ഇത് ഞാൻ പിന്നീട് പറയാം. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഒരുപാട് വില്ലേജുകൾ പോയി. ഇതൊരു വില്ലേജാണ്, ലോറ വില്ലേജ് എന്ന് പറയുന്നത്. പോയ സീസൺ വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഓട്ടം ഏതാണ്ട് അവസാനിക്കുകയും ഈ വിന്റർ തുടങ്ങുകയും ചെയ്യുന്ന സമയം. അതിന്റെ ഒരു വെജിറ്റേഷൻ, ഇലകളുടെ ആ ഒരു കളർ പാറ്റേൺ വളരെ മനോഹരമായിരുന്നു. അത് മറ്റു കാര്യങ്ങൾ പറയാം. ഇത് ഒരു ഏരിയ മുഴുവൻ വൈൻയാർഡുകളാണ്. ഈ വൈനുകളുടെ മുന്തിരിത്തോപ്പുകളുടെ നടുക്ക് വൈനുണ്ടാകുന്ന കമ്പനികൾ അവിടെ വൈനുകൾ വർഷങ്ങളായിട്ട് ഓക്കുമരത്തിന്റെ ജാറുകളില് മുന്തിരി വെച്ച് വൈനുണ്ടാക്കും. ഇത് ഒരു ട്രഡീഷണൽ ആയിട്ട് വൈനുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എന്തോ മാത്യൂസ് എന്നവരുടെ പേര്. ഈ മനുഷ്യൻ വൈനിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിക്കും. ഓരോ വൈനും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും.
ഏതാണ്ട് ഒരു 12ഓളം വൈനുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. വെച്ചാൽ അയാൾ പറയുന്നത് മുന്തിരിത്തോപ്പിന്റെ നോർത്തേൺ സൈഡിൽ നിന്ന് പറിച്ചെടുക്കുന്ന മുന്തിരികൾ ഉണ്ടാക്കിയ വൈനാണ് ഇത്, ഇതൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറയും. ഇത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് പറിച്ചെടുത്ത മുന്തിരിയുടെ വൈനാണ്. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു, പറിച്ചത് അങ്ങനെയാണോ നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും പിന്നെ ഇതിന്റെ ടൈമിങ്, അതിന്റെ മിക്സിങ്, അങ്ങനെ ഓരോ എല്ലാം മുന്തിരി ഒരേ മുന്തിരി തോപ്പിലെ വൈനുകൾക്ക് എങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ആണ് ഒരു അനുഭവം. കന്തൂസാണ്. കന്തൂസിൽ ഞാൻ പറയാം, ജസ്റ്റ് ഫോട്ടോ കാണിച്ചത് മാത്രം. കന്തൂരിനെ കുറിച്ച് പറയണല്ലോ, കന്തൂരിന്റെ നാടാണല്ലോ. ഇത് ഒരു വളരെ പ്രത്യേകതയുള്ള സ്മൃതി കുടീരം എന്ന് മലയാളത്തിൽ ഞാൻ പേര് വിളിച്ചതാണ്. പക്ഷെ പല സ്ഥലത്തും ഓസ്ട്രേലിയയിൽ ഞാൻ പോയ സ്ഥലങ്ങളിൽ റോഡ് ഒക്കെ ഇങ്ങനെ ഒരു കുരിശ്, പിന്നെ ഇങ്ങനെ ചില സമ്മാനങ്ങൾ, പൂക്കളൊക്കെ വെച്ചത് കാണും. അന്വേഷിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നു അതെന്താ. അപ്പോഴാണ് ആ അടുത്തൊരാൾ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഗുണം. അപ്പോ സന്തോഷം പറഞ്ഞു, ഇത് ഓസ്ട്രേലിയൻ സിസ്റ്റമാണ്. ഹൈവേയിൽ എവിടെയെങ്കിലും വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചൊരു ജീവൻ പൊടിക്കാൻ അയാളുടെ ബന്ധുക്കൾ ആ സ്ഥലത്ത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ സ്മാരകം ഉണ്ടാകും. എല്ലാ വർഷവും അവരുടെ വന്നിട്ട് പൂക്കളർപ്പിക്കും, സമ്മാനങ്ങൾ വെക്കും. ഇത് മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത് ഒരു അച്ഛൻ മരിച്ചത് മക്കൾ വെച്ചതാണ്. ആ കുട്ടി അച്ഛൻ ആദ്യമായി പറയുമ്പോൾ സ്കൂൾ ബാഗും ടോയ്സ് ആ ബാഗ് പാവയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛൻ അവിടെ വെച്ച് തൊട്ട് മുമ്പത്തെ വർഷം മരണപ്പെട്ടു പോയതാണ്. ഇത് സ്ട്രീറ്റ് ലൈബ്രറിയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു ഓസ്ട്രേലിയയിൽ സ്ട്രീറ്റ് ലൈബ്രറി. അതിങ്ങനെ തുറന്നു വെച്ച ലൈബ്രറിയാണ്. ആർക്കും പുസ്തകം എടുക്കാം, കൊണ്ടുപോയി വായിക്കാം. അവനാന്റെ കയ്യിൽ ബുക്ക് വേണ്ടി കൊണ്ടുപോയി വെക്കാം. ആളുകൾ എടുത്ത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് പരമാറ്റ ലൈബ്രറി, സിഡ്നി സിറ്റിക്ക് അടുത്തുള്ള പ്രശസ്തമായ ലൈബ്രറിയാണ്. ആരും കൂടെ കയറി ചെല്ലാം, ആർക്കും വായിക്കാം. വായിക്കുന്ന പുസ്തകത്തിലൊക്കെ ഒരു ചെറിയ ക്യാപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം അടുത്ത് വായിക്കാൻ പോകുന്ന ആൾക്കും കൊടുക്കണം, അതുകൊണ്ട് പ്ലീസ് കീപ് ദ ബുക്ക് എവറി കെയർഫുള്ളി എന്നതിമത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബുക്കുകളൊക്കെ പക്ഷികളോടൊക്കെ ഉള്ള സമീപനം പൊതുവെ അവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും അനുകമ്പയും സ്നേഹവും ഉണ്ട് പക്ഷികളോടൊക്കെ. അത് എല്ലായിടത്തും കാണാം. പൊക്കറ്റു എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രാവിനൊക്കെ നമ്മൾ കാണുന്ന പോലെ വെളുത്ത തത്തയാണ്. ഇതിങ്ങനെ വളരെ അടുത്ത് വരും, എല്ലാവരുടെയും പിന്നെ മേലെ വന്നിരിക്കും, കയ്യിൽ വന്നിരിക്കും. അതിനെ വളരെ ശ്രദ്ധയോടെ ആളുകൾ പിന്നെ പരിചരിക്കുന്നുണ്ട്. ഇത് മറ്റൊന്ന്, ഓസ്ട്രേലിയയിൽ പൊതുവെ കത്തെഴുത്ത്, കുട്ടികളൊക്കെ കത്തെഴുതുന്നുണ്ട്. അതുപോലെ മദേഴ്സ് ഡേ ആണ് ഞാൻ ചെല്ലുന്ന സമയം എല്ലാ അമ്മമാരും ഗ്രീറ്റിംഗ് കാർഡ് എല്ലാ പോസ്റ്റ് ഓഫീസിൽ ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. പോസ്റ്റ് ഓഫീസിലൊക്കെ ഗ്രീറ്റിംഗ് കാർഡുകൾ എപ്പോഴും വിൽപ്പനയുണ്ട്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാ ഇങ്ങനെയുള്ള പ്രത്യേക ദിനങ്ങളിലെല്ലാം ഗ്രീറ്റിംഗ് കാർഡ് അയക്കുന്നുണ്ട്. അവിടുന്ന് വാങ്ങും, സ്റ്റാമ്പ് വയ്ക്കും, ആർക്കച്ച കാർഡ് അയക്കും. ഇങ്ങനെ അയക്കപ്പെടുന്ന കാർഡുകൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന പോസ്റ്റ്മാനെ സംബന്ധിച്ച് അവിടെ ബൈക്ക് ഉപയോഗിക്കുന്നത് ആകെ പോസ്റ്റ്മാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ട സ്ഥലങ്ങൾ സിഡ്നിയിലും കാൻബറയിലൊക്കെ ടൂ വീലർ ബൈക്ക് റൈഡേഴ്സിന്റെ ബൈക്കുകളുണ്ട്. പലപ്പോഴും ചില സഞ്ചാരികളെ കണ്ടു. അല്ലാതെ ബൈക്ക് ഉപയോഗിക്കുന്നത് അവിടെ പോസ്റ്റ്മാൻ മാത്രമാണ്. പോസ്റ്റ്മാൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും, യൂണിഫോം കൊണ്ടും ഫ്ലാഗും ഉണ്ടാവും. അപ്പൊ ഈ പോസ്റ്റ്മാൻ നേരെ വീടുകളിൽ, വലിയ ഫാമുകളിലൊക്കെ ഉള്ള വീടുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ലെറ്റർ ബോക്സുകളുണ്ട്, ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതിനകത്ത് കൊണ്ടുപോയി വെക്കും. അപ്പൊ വഴിയിലൊക്കെ കാണാം നമുക്ക് ലെറ്റർ ബോക്സുകൾ. അതിനർത്ഥം ലെറ്റർ അതിനകത്ത് വരുന്നുണ്ട് എന്നാണ്. ഇത് എനിക്ക് വളരെ അവിചാരിതമായിട്ട് ഒരു അഫ്ഗാൻ റൈറ്ററുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്താൻ സാധിച്ചു. മിനാസ് കന്താരി എന്നാണ് അവരുടെ പേര്. അത് ഞാൻ വിശദമായിട്ട് പറയാം, ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് പരിചയപ്പെടുത്തി മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ട്രെയിനാണ് പോയിരിക്കുന്നത്. എന്റെ ഫ്രണ്ട് സന്തോഷമാണ്. അതിന് നേരെ എനിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുക, ആ ലോഗോ ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ ക്വാളിറ്റി കാരേജ്. ഈ കമ്പാർട്ട്മെന്റിനകത്ത് നമുക്ക് കുറച്ച് നടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. സൈലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാനുള്ളതാണ് ഈ കമ്പാർട്ട്മെന്റ്. ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യാം, അവിടെ പോയിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് സൈലൻസ്. ഇത് അവിടെ എല്ലാ ട്രെയിനിലും ഉണ്ട്. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ്, ലേഡീസ് കമ്പാർട്ട്മെന്റ് പോലെ മിണ്ടാതിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള കമ്പാർട്ട്മെന്റ് ആണ്.
സൈലൻസ് അവിടുത്തെ വളരെ പ്രധാനമായി പിന്നെ പറയാം. ഇത് വലിയ ട്രക്കാണ്, ഞാൻ വിശദമായിട്ട് പറയാം. എന്റെ 2 ദിവസത്തെ യാത്ര ഈ ട്രക്കിലായിരുന്നു. സിഡ്നിയിൽ നിന്ന് കാൻബറയിലേക്ക് ഞാൻ പോയത് തിരിച്ചിങ്ങോട്ട് വന്നതൊക്കെ ട്രക്കിലായിരുന്നു. അത് പറയാം. ഇത് നേരത്തെ ഷഫീഖുമാർ സൂചിപ്പിച്ചു അബോർജിനൽസിനെ കുറിച്ച്. അവിടുത്തെ ആദിവാസികളാണ്. അത് പറയേണ്ടതാണ്. അതാണ് അവിടുത്തെ ഹിസ്റ്ററി. ഇത് അബോർജിനൽ ആർട്ടാണ്. ആ തൂണിൽ കാണുന്നത് ഏതായാലും ഇതാണ് അവരുടെ ഒരു പാറ്റേൺ. ഒരു ദ്രവീഡിയൻ സ്റ്റൈൽ ഉണ്ട്. അബോർജിൻസിനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവരുടെ ഈ പെയിന്റിങ്ങും അവരുടെ ആർട്ടൊക്കെ വളരെ സംരക്ഷിക്കപ്പെടുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നീട് ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ വഴിയോരത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അബോർജിനൽ ആർട്ടുകൾ അവിടെ കാണാൻ സാധിച്ചിരുന്നു. ഇത് ഞാൻ എന്നെ കാണിക്കാനല്ല, തൊട്ട് മേലെ ഉള്ളത്. ഇത് പിന്നെ സിഡ്നിയിലെ ഹാർബറിന്റെ നേരെ മുമ്പിലുള്ള ട്രാം ട്രെയിൻ പോയി എൻഡ് ചെയ്യുന്ന ഈ ട്രാം ട്രെയിനുകളുണ്ട്, അത് എൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നേരെ നോക്കിയാൽ കാണും റേസിസം നോട്ട് വെൽക്കം, റേസിസം നോട്ട് വെൽക്കം. സമയത്തേക്ക് പറയാം. റേസിസത്തിന്റെ പേരിലൊക്കെ നമ്മൾ ചില വാർത്തകൾ വായിച്ചാണല്ലോ. എന്തായാലും ഇതിങ്ങനെ പല സ്ഥലത്തും കാണാം. ഞങ്ങൾ റേസിസം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലായിടത്തും കാണാം. ഇത് വേറെ മറ്റൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അത് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. യോള വില്ലേജിന്റെ ഭാഗമായിട്ട് ബ്ലൂ മൗണ്ടൻസ് എന്ന നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമഘട്ടത്തിന് സമാനമായ പർവ്വതനിരകളാണ് ബ്ലൂ മൗണ്ട്സ്. ഈ ബ്ലൂ മൗണ്ടൻസിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോ അവിടെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അവിടെ ചെന്നപ്പോ ചില കഥകളൊക്കെ പറയാൻ തോന്നി. അവിടെ ചില മനസ്സിൽ ചില കഥകളൊക്കെ വന്നു. ആ കഥകള് പറഞ്ഞിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോ. അപ്പോ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇത് കാണിച്ച ഫോട്ടോയുടെ ചിലതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, ചിത്രങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട് കൂടുതൽ. ഈ ഓസ്ട്രേലിയ അതൊരു രാജ്യം മാത്രമല്ല, ഇറ്റ്സ് എ കോണ്ടിനെന്റ്. പരന്നു കിടക്കുന്ന ഈ ഓസ്ട്രേലിയയില് മാഷ് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോയത്? ഓസ്ട്രേലിയ നമുക്കറിയാം പല സമയത്ത് വനങ്ങരയും ഒരു രാജ്യവുമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 സ്റ്റേറ്റുകൾ ചേർന്ന, വലിയ സ്റ്റേറ്റുകൾ ചേർന്ന പിന്നെ ഒരു വൻകര. ഞാനിതിന്റെ ഡാറ്റ ഒന്നും പറയുന്നില്ല, അതൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ്. അത് പറയാൻ ഞാൻ വേണ്ടല്ലോ. 6 സ്റ്റേറ്റും പിന്നെ 2 യൂണിയൻ ടെറിട്ടറീസും, കേന്ദ്രഭരണ പ്രദേശം. ഇതാണ് ഓസ്ട്രേലിയ. അതിനകത്ത് ന്യൂ സൗത്ത് വെയിൽസ് NSW എന്ന് പറയുന്ന വളരെ വലിയൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് ആണ് ഞാൻ ഏകദേശം കവർ ചെയ്തത്. സിഡ്നി അതിന്റെ ഒരു തലസ്ഥാനം. പിന്നെ ഈ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ ഡാർവിനും കാൻബറയും ഉണ്ട്. കാൻബറയാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റി. ഈ കാൻബറയാണ് പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലം. 2 ദിവസം എനിക്ക് കാൻബറയിൽ കിട്ടിയിട്ടുള്ളൂ. മൊത്തം 17 ദിവസമാണ് എനിക്ക് അവിടെ സഞ്ചരിക്കാൻ പറ്റിയത്. ഈ NSW ന്യൂ സൗത്ത് വെയിൽസ് എന്നുള്ള ആ സ്റ്റേറ്റ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഈ ന്യൂ സൗത്ത് പിന്നെ വെയിൽസിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ മാഷ് പോയ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മാഷിന് ഏതാ തോന്നിയത്? ഒരു ന്യൂ സൗത്ത് വെയിൽസിൽ ഇപ്പൊ നമ്മൾ സിഡ്നി, നമുക്കറിയാം സിഡ്നി ഒളിമ്പിക്സ് നടന്നിട്ടും. സിഡ്നി വലിയൊരു സിറ്റിയാണ്. വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉള്ള വലിയ സിറ്റി. സിറ്റി എനിക്ക് അത്ര അട്രാക്റ്റീവായി തോന്നില്ല. ഹാർബർ ഉണ്ട് അവിടെ. പിന്നെ നമ്മളെല്ലായിടത്തും കാണുന്ന ഒപ്പേര ഹൗസ്, സിഡ്നി ബ്രിഡ്ജ്, ഈഫൽ ടവർ ഞങ്ങൾക്കില്ല. പകരം ഞങ്ങൾക്കൊരു സാധനം വേണമെന്നുണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഈ സിഡ്നി ബ്രിഡ്ജ്. ഒപ്പേര ഹൗസും അതുപോലെ തന്നെ. പക്ഷെ ഈ ഒപ്പേര ഹൗസും സിഡ്നി ബ്രിഡ്ജും ഒക്കെ ഉണ്ടാക്കിയ സ്ഥലം, പ്രത്യേകിച്ച് ഒപ്പേര ഹൗസ് ഉണ്ടാക്കിയ സ്ഥലം അബോറിജിനൽസിന്റെ ഒരു പ്രാർത്ഥനാലയൊക്കെ ഉണ്ടാക്കിയ സ്ഥലമായി പണ്ട്. അപ്പൊ നമ്മളതിൽ പോകുമ്പോൾ ഒപ്പേര ഹൗസ് അല്ല എന്നെ ആകർഷിക്കുന്നത് ഇതൊരു കാലത്ത് അബോറിജിനൽസിന്റെ മണ്ണായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ സിഡ്നിയില്, പിന്നെ സിഡ്നിക്ക് തൊട്ടടുത്തുള്ള സെന്ററാണ് പരമാറ്റ എന്നുള്ള വലിയ സിറ്റിയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി നമ്മൾ പോയി. ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടി കാണുകയാണ്. പക്ഷെ അതിനപ്പുറത്ത് വില്ലേജുകൾ കാണുന്നത്, ലൈഫ് കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് ല്യൂറ വില്ലേജ്, അതുപോലെ വേറെ വില്ലേജും കൂടെ ഉണ്ട്, വില്ലേജ്. ഇങ്ങനെ 2 വില്ലേജുകളിൽ
അതുപോലെ ഗ്രാൻഡ് പസഫിക് ഡ്രൈവ് എന്ന് പറഞ്ഞ പസഫിക് മഹാസമുദ്രത്തിന്റെ കരയിലേക്ക് റോയൽ നാഷണൽ പാർക്കിലൂടെ നമുക്ക് കാറോടിച്ച് പോവാം. കാട്ടിലൂടെയാണ് യാത്ര. അവസാനം പസഫിക് മഹാസമുദ്രത്തിൽ പോയി അത് അവസാനിക്കും. അവിടുന്ന് ക്ലിഫ് ബ്രിഡ്ജ്, കടലിലൂടെയുള്ള പാലമുണ്ട്. ഒരു ഭാഗത്ത് വലിയ മഴക്കാടുകൾ, ഒരു ഭാഗത്ത് പസഫിക് മഹാസമുദ്രം. എന്നിട്ട് ഈ ക്ലിഫ് ബ്രിഡ്ജ് കടന്നിട്ട് ഒരു കുന്നിന്റെ ടോപ്പിൽ, അതാണ് നമ്മൾ ഈ വർക്കലയിലൊക്കെ നിൽക്കുന്ന പോലെ അതിന്റെ ടോപ്പിൽ നിന്നാൽ പസഫിക് മഹാസമുദ്രത്തിന്റെ അപാരത കാണാം. ഇപ്പുറത്തെ മഴക്കാടുകൾ അപാരതയിൽ നിൽക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോ ഇതൊക്കെ കണ്ട് നമ്മള് പിന്നീട് എത്തിച്ചേർന്ന മറ്റൊരു ദിവസം എത്തിച്ചേർന്ന ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ലോറ വില്ലേജ്. അപ്പൊ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ലോറ വില്ലേജ് ആണ്. ലോറ വില്ലേജിന്റെ ഒരു എന്തുകൊണ്ട് ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് സൗന്ദര്യമാണ്. മരങ്ങൾ ചെടികളൊക്കെ ചേർന്നുണ്ടാക്കിയ വല്ലാത്തൊരു നിറങ്ങളുടെ ആ ഒരു എന്താ പറയാ വർണ്ണഭേദങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടം അവസാനിക്കുന്ന സമയം ഇലകള് വിന്ററിലേക്ക് പോവുകയാണ്. അപ്പൊ ഇല മുഴുവൻ പൊഴിയണം. അപ്പോ ഓക്ക് മരങ്ങളും മേപ്പിൾ മരങ്ങളും ചെറി പൈൻ മരങ്ങൾ, ഇത്തരം മരങ്ങളെല്ലാം ഇല പൊടിക്കാൻ വേണ്ടി പച്ച ഇല അങ്ങനെ പതുക്കെ മഞ്ഞയായി പഴുത്ത് ഓറഞ്ചായി ചോപ്പായി പിന്നെ അത് പൊഴിഞ്ഞ് വീഴുന്ന ഓരോ ഘട്ടവും പല സ്ഥലത്തും പല സമയമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചിലത് പച്ച, ചിലത് മഞ്ഞ, ചിലത് ചോപ്പ്, അങ്ങനെ വല്ലാത്തൊരു കളർ പാച്ച് പ്രകൃതി. അതാണ് ലോറ വില്ലേജ്. ഈ പറഞ്ഞ മരങ്ങളെല്ലാം റോഡിന്റെ രണ്ട് സൈഡിൽ കുന്നിന്റെ മുകളില് ബ്ലൂ മൗണ്ടൻസിന്റെ ഒരു ചെറിയ ഭാഗമാണത്. അവിടെ അതൊരു പഴയ ബ്രിട്ടീഷുകാര് ഏറ്റവും തുടക്കത്തിൽ അവിടെ വന്ന കാലത്ത് അവര് ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു നഗരമാണ്. നഗരം എന്ന് പറയുക ഒരു ടൗൺഷിപ്പ്. അപ്പൊ അവിടെ വിന്റേജ് ഷോപ്പുകളാണ്. അവിടുത്തെ ബുക്ക് ഷോപ്പിന് പ്രത്യേകത ഉണ്ട്. എല്ലാം പഴയ സ്റ്റൈലിലുള്ള ബുക്ക് ഷോപ്പ്. അവിടുത്തെ വൈൻ ഷോപ്പിന് പ്രത്യേകത, അവിടുത്തെ റെസ്റ്റോറന്റ്, എല്ലാ കോഫി ഷോപ്പുകൾ നിറയുണ്ട്. കോഫി ഷോപ്പുകൾ നമുക്കിങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് കോഫി കഴിക്കാം. അപ്പൊ ഈ കോഫി കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കൊക്കറ്റൂസ്, ഈ വെളുത്ത തത്തയെപ്പോലുള്ള പക്ഷികൾ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തൊക്കെ ടേബിളൊക്കെ വന്ന് നിൽക്കും, ഇരിക്കും. അതിന് തീറ്റ കൊടുക്കാം, അത് നമ്മുടെ മടിയിൽ വന്നിരിക്കും. അവിടെ നമുക്ക് ഇങ്ങനെ കോഫി കഴിക്കാം. അത്യാവശ്യം നല്ല വിന്റർ ആയതുകൊണ്ട് തണുപ്പുണ്ട്. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത, ഒരു കോഫി പോട്ട് മ്യൂസിയം. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ചായക്കോപ്പുകൾക്ക് വേണ്ടി ഒരു മ്യൂസിയം. അപ്പോഴാണ് ഞാനൊക്കെ ആലോചിച്ചത്, ചായ കുടിച്ചാൽ മതി, നമ്മൾ നല്ല ചായ അറിയാറുണ്ട് ഇവിടെ പോകുമ്പോഴും. അത് ചായ വേണമെന്ന് വെച്ചാൽ അത് ഏത് കോപ്പയിൽ കുടിക്കണമെന്ന് നമ്മൾ ആലോചിക്കാറില്ല. അപ്പോ ആയിരക്കണക്കിന് ചായക്കോപ്പുകൾ, ലോകത്തിന്റെ പല ഭാഗത്തുള്ള ചായക്കോപ്പുകളുടെ എക്സിബിഷൻ, ഒരു മ്യൂസിയം, അത് ഒരു റെസ്റ്റോറന്റാണ്. ആ റെസ്റ്റോറന്റിൽ നമുക്ക് ചായ കുടിക്കാം, ഈ മ്യൂസിയം കാണുകയും ചെയ്യാം. അങ്ങനെ അത് ലോറ വില്ലേജിലെ ഒരു കാഴ്ച. പിന്നെ അവിടുത്തെ വീടുകൾ എല്ലാം കുഞ്ഞു കുഞ്ഞു മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ, അതിന്റെ വേലികൾ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേലികളുടെ നീണ്ട ഇടവഴികൾ, എല്ലായിടത്തും മേപ്പിളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കലണ്ടറിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു നമ്മളിങ്ങനെ ഒരു ചിത്രപടത്തിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഫുട്പാത്തിലൂടെ വെറുതെയുടെ നടത്തം തന്നെ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അതിന് സമാനം തന്നെയാണ് ഒളോബി വില്ലേജ്. ഒളോബി വില്ലേജ് ഒരു അബോറിജിനൽ ഗ്രാമമാണ്. ഒളോബി എന്നുള്ള വാക്ക് അബോറിജിനൽ വേർഡാണ്. മീറ്റിംഗ് പ്ലേസ് എന്നാണ് അതിന്റെ അർത്ഥം. ആ പേര് അങ്ങനെ തന്നെ സംരക്ഷിച്ചാണ്. അതൊരു സിനിമ സെറ്റ് പോലെയാണ് ആ ഗ്രാമം. എന്നുവെച്ചാൽ ഒരു പുരാതനമായ ഒരു സിറ്റിയെ അതേപടി സംരക്ഷിക്കുകയാണ്. അവിടുത്തെ ഡാൻസിങ് ഹാള്, പോസ്റ്റ് ഓഫീസ്, റെസ്റ്റോറന്റുകൾ, ഇതെല്ലാം അങ്ങനെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഉടൻ ബിൽഡിങ്ങുകളാണ്. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഏതോ ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മൾ എത്തിയ പോലെയുള്ള ഒരു ഫീലിംഗ്. വളരെ സൈലൻസ്. അങ്ങനെ ആ ഒരു സൈലൻസ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആ ഒരു വില്ലേജിലൂടെ നടക്കാം. തൊട്ടടുത്ത് തന്നെ പഴയ ഒരു സെമിത്തേരി. ഞാൻ 2 സെമിത്തേരി പോയി. പൊതുവെ സെമിത്തേരികളിൽ നമ്മൾ ഈ ഖബർസ്ഥാനിൽ പോണ പോലെയല്ല ക്രിസ്ത്യൻ സെമിത്തേരിയിൽ പോകുമ്പോൾ കുറച്ചുകൂടെ അത് മനോഹരമായിട്ട് അത് സൂക്ഷിക്കുന്നുണ്ടാവും. ഈ ചുള്ളിക്കാടിന് വരിയുണ്ട്, മരിച്ചവരുടെ മാതൃഭാഷ മൗനമാണ് എന്ന് പറയുന്നത്. സെമിത്തേരി പോകുമ്പോൾ വളരെ മൗനമാണ്. മരിച്ചവന് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ ഓരോ സെമിത്തേരിയിലും എഴുതി വെച്ച വരികളുണ്ട്, മനോഹരമായ കവിതകളാണ്. അവിടെ മരിച്ച മനുഷ്യനെ കുറിച്ചൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ കാണുന്ന വൈകാലത്ത് ഒരമ്മയുടെ 2 മക്കളെ കുടുംബം കണ്ടറിയാണ്. 2 മക്കൾ 2 മാസത്തിന് ഇടവേളയിൽ മരിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു, മകൻ നഷ്ടപ്പെട്ട പിതാവാണ് ഞാൻ.
ഞാൻ ആലോചിച്ചു അപ്പൊ അമ്മ അച്ഛൻ അവർക്ക് ഡേറ്റ് ഉണ്ട്, മരിച്ച ഡേറ്റ് ഉണ്ട്. 1954 2 വയസ്സും 3 വയസ്സുള്ള 2 മക്കൾ. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ആവ മരിച്ചത്. സെമിത്തേരി ജീവിതത്തെ കുറിച്ച് കൂടെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ സെമിത്തേരിയുടെ വെറുതെ നടന്നു പാർക്ക് പോലെ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ബിവെയർ സ്നേക്സ് ബോർഡ് കണ്ടു. മറ്റു പാമ്പിനെ ഞാൻ കണ്ടില്ല. പണ്ട് PSC പഠിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പാമ്പുള്ള രാജ്യം ഓസ്ട്രേലിയ. ഒരു പാമ്പിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു മൃഗമാണെന്ത്, മലയാളത്തിൽ നമ്മൾ കങ്കാരു എന്ന് വിളിക്കുകയും ഓസ്ട്രേലിയക്കാരല്ല ഇംഗ്ലീഷിൽ കാങ്കറൂസ് എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഈ മൃഗം നമുക്ക് നമ്മുടേതായ ശൈലിയുണ്ടല്ലോ, നമ്മളെല്ലാത്തിനെയും മലയാളിവൽക്കരിക്കും. അപ്പൊ ഈ ഓസ്ട്രേലിയ എന്നാണ് അവർ ഉപയോഗിക്കുക. ഞാനൊക്കെ പണ്ട് പത്രം വായിക്കുമ്പോൾ, ക്രിക്കറ്റൊക്കെ വായിക്കുമ്പോൾ പല പത്രങ്ങളും പല രൂപത്തിൽ എഴുതുക. ചിലർ ആസ്ട്രേലിയ എന്ന് എഴുതും, ചിലർ ഓസ്ട്രേലിയ എന്ന് എഴുതും. ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഓസ്ട്രേലിയ എന്നാണ്, ഓസ്ട്രേലിയ. ഇപ്പൊ നമ്മൾ പല വാക്കുകളും അങ്ങനെയാണല്ലോ. ഇപ്പൊ മാഷിയോടെ പറഞ്ഞ സെമിത്തേരി, ഈ ബ്രിട്ടീഷുകാർക്ക് സെമിട്രി ഉള്ളൂ, അത് നമ്മൾ സെമിത്തേരി എന്നാണ് എഴുതുമ്പോ വായിക്കുക. അപ്പൊ പണ്ട് ഇടവണ്ണക്കാരനല്ലേ മാഷ്, CTG കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നായനേരമൊക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്, ഒരു സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതാണ്. അപ്പോ ഈ കാങ്കറൂസിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? കങ്കാരുവിന്റെ നാട് നമുക്ക് പറയുന്നത് ഓസ്ട്രേലിയയെ കുറിച്ച്. കാങ്കറൂസ് അത് ഞാൻ അവിടെ ചെന്നപ്പോ നമ്മളെ സുഹൃത്തുക്കൾ തിരുത്തി ആക്കിയതാണ്. കങ്കാരു എന്നത് അവര് കാങ്കറു എന്ന് പറയും. അപ്പോ ഈ കങ്കാരു എമുമാണ് അവരുടെ നാഷണൽ ആനിമൽസ്. അവര് കാങ്കറൂസ് നമുക്ക് എല്ലായിടത്തും കാണാം. ഞാൻ പറയാം, നമ്മളിപ്പോ ഈ മൈസൂർക്ക് പോകുമ്പോ ഗുണ്ടൽപേട്ട് കഴിഞ്ഞാൽ മാനുകളെ കാണും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊരു മാനുകൾ. പിന്നെ ഫുള്ള് മാന, പിന്നെ നമ്മൾ നോക്കൂല, പിന്നെ നമുക്ക് നടക്കും, പിന്നെ മാന വേറെ വല്ലതും പറയുന്നത്. അതുപോലെയായിരുന്നു എനിക്ക് ആദ്യം ചെന്ന ദിവസം വരെ ഞാൻ പറഞ്ഞു സന്തോഷം കാങ്കറൂസിനെ കാണാൻ. അപ്പോ വൈകുന്നേരം ഞങ്ങൾ അവരെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അന്ന് തന്നെ. അപ്പോ അവിടെ ഒരു കുന്നിന്റെ മുകളിൽ വളരെ ലോൺലി ആയിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. ചർച്ച് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഒരു ചരിത്രപ്രാധാന്യ ചർച്ചാണ്. അത് ഒറ്റ മുറിയുള്ളൂ, വെരി സിമ്പിൾ, ഒരു മെഡിറ്റേഷൻ മൂഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചർച്ചാണ്. ഞങ്ങൾ അവിടെ പോയി സന്തോഷിന്റെ കൊണ്ടേ ചർച്ച കളിക്കാൻ തൊട്ട് പറഞ്ഞിൽ ഫുള്ള് കാങ്കറൂസ് ആണ്. പിന്മേടി വേഞ്ഞെടുക്കുന്നത്. അപ്പൊ ഞാൻ കുറേ ഫോട്ടോ എടുത്തു, മൊബൈൽ നിറയെ കാങ്കറൂകളുടെ ഫോട്ടോ ഉണ്ട്. പിന്നെയാണ് മനസ്സിലായത് നമ്മളിപ്പോ പറയുന്നത് ഒരാൾക്ക് കാക്കയുടെ ഫോട്ടോ എടുത്തു, ഒരു കാക്ക, ഇത് അങ്ങനെ എടുത്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. പക്ഷെ കാങ്കറൂസിന് ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു ഏരിയ ഉണ്ട്. അതിങ്ങനെ ബോർഡ് കാണാൻ സാധിക്കുമ്പോൾ കാങ്കറൂസിന് ചിത്രം ഉണ്ടാവും. നമുക്കങ്ങനെ അത് നോക്കി ശ്രദ്ധിക്കാം. നമ്മുടെ ഈ നാടുകളിൽ ചിലപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ എഴുതിയ പോലെ അവിടെ എഴുത്ത കാണുള്ളൂ, ആനനെ കാണില്ല. ഇവിടെ നമുക്ക് കാങ്കറൂസിനെ കൂടെ കാണും, ബോർഡ് ഉണ്ടാവും. അപ്പോ പിന്നെ കോല എന്നുള്ളൊരു ജീവിയുണ്ട്, കുഞ്ഞു കരടിയാണ്. അത് മരത്തിന്റെ മുകളിലുണ്ടാവുക. ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നിറയില്ല. കാങ്കറൂസിനെ പോലെ തന്നെ ആയിരുന്നു 2010 മുമ്പ് വരെ. 2010 ഓസ്ട്രേലിയയിൽ വലിയ തീപിടുത്തം, കടൽ ഉണ്ടായി. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഗം ട്രീസ് ആണ്. ഗം ട്രീസ് ആണ് യുക്കാലിയാണ്. യുക്കാലി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഈ കോല എന്നുള്ള ജീവിയുടെ ഭക്ഷണം ഈ യൂക്കാലിയാണ്, യൂക്കാലി ഇലയാണ്. ആ ജീവി അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് യൂക്കാലി എണ്ണയുടെ തേയിലയുടെ തൈലത്തിന്റെ മണ്ണാവുന്ന എന്റെ വിയർപ്പിൽ. അപ്പൊ പക്ഷെ അത് ആ തീപിടുത്തത്തിൽ ഒന്നായിട്ട് ആ ജീവി അല്ലെങ്കിൽ ഒന്ന് തീപിടുത്തം ഏറ്റവും കൂടുതൽ ഉണ്ടായത് യൂക്കാലി തോട്ടത്തില്ല. കാരണം യൂക്കാലി പെട്ടെന്ന് കത്തും. പിന്നെ സ്പ്രെഡ് ചെയ്ത് തടയാൻ കഴിയാതെ കോവിലാസ് കംപ്ലീറ്റ് അതിനകത്ത് ചത്തുപോയി. ശരിക്കും വംശനാശം നേരിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോ അതിനെങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നുണ്ട്. പക്ഷെ കാങ്കറൂസ് ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ട്. ഇതില് കാങ്കറൂസിന്റെ ഇത് ഒരേ സമയത്ത് വൈൽഡ് ആണ്, എന്നാൽ മനുഷ്യരോട് ഭയങ്കര അടുപ്പം കാണിക്കും. കണ്ടിട്ട് ഫോട്ടോയിൽ കണ്ട് 2 കാല് മുമ്പ് 2 കാലുകൾ തൂക്കിയിട്ട് മറ്റേ കാല് ചാടി പോവാ. അപ്പോ ചിലപ്പോ അവർ ശക്തമായി ചാടും. ആ ചാട്ട് ചിലപ്പോ നമ്മുടെ മേലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പരിക്ക് പറ്റും. പിന്നെ ഇവർ പറയുന്ന ഓസ്ട്രേലിയക്കാർ പറഞ്ഞത് ഒരു പാവ ജീവിയാണെന്നാണ്.
അപ്പൊ പെട്ടെന്ന് ചാടിയാൽ ഒരു വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ അതിന് മാറാൻ കഴിയില്ല, പിന്നെ വണ്ടി തട്ടും. അപ്പോ പിറകിലേക്ക് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുമ്പിലേക്ക് ചാടി ചാടി പോലെ പറ്റും. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാത്ത നമ്മൾ ഒട്ടകത്തിനെ കുറിച്ച് പറയുന്ന കാര്യം വളരെ സൈലന്റ് ആയിട്ടുള്ള അത് ചെയ്യുക. അത് പുല്ലൊക്കെ മതിലിക്കാൻ വേണ്ടി നടക്കും, കൂട്ടമായിട്ട് കാണാം എല്ലായിടത്തും ഒഴിഞ്ഞ നമ്മൾ ജസ്റ്റ്. പിന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഞാൻ പോയ ഏരിയയിൽ മുഴുവനും ഒരു സിറ്റി 1-2 കിലോമീറ്റർ സിറ്റി കഴിഞ്ഞു, പിന്നെ ഫുള്ള് വില്ലേജാണ്. ആ രീതിയിലാണ് അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ വില്ലേജിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ഈ കാൻബറേഷൻ അങ്ങനെ മെയിനെത്തുന്നത് കാണാം. ഞാൻ സിഡ്നിയിൽ നിന്ന് കാൻബറയിലേക്ക് ട്രക്കിൽ പോയ സമയത്താണ് ഭീകരമായ ചിത്രങ്ങൾ. ഏതാണ്ട് 360 കിലോമീറ്ററാണ് കാൻബറയിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ സിഡ്നിയിൽ നിന്ന് കാൻബറയിലേക്കുള്ളത്. ഈ യാത്രയിൽ ഹൈവേയിൽ ഒരു ഈ 50ന്റെ അടുത്ത് രാത്രി എണ്ണി പിന്നെ എണ്ണ നിർത്തി അത്രയും കാൻഗറൂസ് ചത്ത് കിടക്കുന്ന കണ്ടു. വണ്ടി ഇടിച്ചതാണ്. അതിവേഗതയിൽ 100-120 സ്പീഡിൽ പോകുന്ന വണ്ടികൾ, ട്രക്കുകളൊക്കെയാണ്. ഈ കാൻഗറൂസ് അങ്ങനെ ചാടുന്നതോടുകൂടി തട്ടിയടിച്ച് അങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ഒന്ന്, ഞാൻ പോയ ട്രക്ക് ഡ്രൈവർ റെജി എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കൂടെയാണ്. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചതിന് കേസ് നമ്മൾ വൈകിട്ടാണല്ലോ, പക്ഷെ കാൻഗറൂസിന്റെ കാര്യത്തിൽ അവിടെ അത്ര വലിയ അത് കൗൺസിൽ വന്ന് കൊണ്ടുപോകും, വണ്ടി എടുത്തിട്ട് അതിന്റെ ബോഡി കൊണ്ടുപോകും. പിന്നെ ആരെങ്കിലും ഇറച്ചി കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇറച്ചി കഴിക്കാൻ ഫാമിൽ വളർത്തുന്ന കാൻഗറൂസ് ഉണ്ട്. പിന്നെ കാൻബറയിൽ പിന്നെ ചെന്ന സമയത്ത് എന്റെ ഫ്രണ്ട് രാത്രി ഭക്ഷണം വന്നപ്പോ ബീഫിന്റെയും ചിക്കന്റെയും കൂട്ടത്തിൽ കാൻഗറൂസിന്റെ ഇറച്ചി ഉണ്ടായിരുന്നു. ഒരു കഷ്ണം കഴിച്ചു, രുചി എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്റെ ഉള്ളിൽ മുഴുവൻ പോകുന്നപ്പോ കണ്ട ചത്ത കിടക്കുന്ന കാൻഗറൂസ് ആയിരുന്നു. അത് ബ്ലഡൊക്കെ നിലച്ച് കിടക്കുന്ന വല്ലാത്തൊരു അവസ്ഥ കൊണ്ടിരിക്കാതെ എന്തോ ആ ജീവിയുടേത് കഴിക്കാൻ നമ്മൾ പരിചയമില്ലാത്ത സാധനങ്ങളാകുകൊണ്ട് ടേസ്റ്റിയ വേണ്ടി ഒന്ന് കഴിച്ചു നോക്കിയെന്ന് മാത്രമാണ്. പക്ഷെ കാൻഗറൂസ് ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് ആരും ബോധേടല്ല കാൻഗറൂസ് ചത്തെടുക്കുന്നത് കാണുന്നു. ഈ യാത്ര എന്ന് പറഞ്ഞ അനുഭവമാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്ര അനുഭവവും കുറെ ആളുകളുടെ കൂടെയുള്ള യാത്ര വിനോദവുമാവും. മാഷക്ക് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്താണ് യാത്രയിൽ ഓർക്കാവുന്ന ഏറ്റവും വലിയ അനുഭവം? എപ്പോഴും ഏറ്റവും വലുത് ഓസ്ട്രേലിയ യാത്രയിലേക്ക് പറയാൻ തോന്നുന്ന കാര്യം എന്റെ ട്രക്ക് യാത്രയാണ്. ഒന്ന്, ജീവിതത്തിൽ ആദ്യത്തെ ഒരു ട്രക്ക് യാത്ര. ട്രക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ചിത്രത്തിൽ കാണിച്ചത് ഏതാണ്ട് 18 ഗിയറുള്ള വലിയ ഒരു ഏതാണ്ട് 10, 12, 15 മീറ്റർ ഒക്കെ നീളമുള്ള വലിയ ട്രക്കാണ്. ഈ ട്രക്കിലാണ് കാൻബറയിലേക്ക് പോയതും തിരിച്ച് കാൻബറയിൽ നിന്ന് സിഡ്നിയിലേക്ക് മടങ്ങിയതും. ആ യാത്ര വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇതിൽ എടുത്ത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന യാത്ര ഒന്ന്, അത് ആ ട്രക്ക് ഓടിക്കുന്ന ട്രക്കിന്റെ ഉടമസ്ഥൻ, അതിന്റെ ഡ്രൈവറായിട്ടുള്ള ഉടമസ്ഥൻ എനിക്ക് അടുത്ത ബന്ധമുള്ള റെജി എന്ന ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം എന്നെക്കാളും ഒരു 6 വയസ്സിന് മൂത്ത ആളാണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമാണ്. സന്തോഷ് അയർലാൻഡിലായിരുന്ന കാലത്ത് ഇവരൊക്കെ അവിടെ വളരെ ശക്തമായിട്ട് സാംസ്കാരിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. റൈച്ചേട്ടൻ നാട്ടില് പാലാണ് അതിന്റെ വീട്. പാലയില് തികഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. വലിയ ഏരിയ ലെവലിലൊക്കെ പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം ആദ്യം മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നു, മിഡിൽ ഈസ്റ്റിൽ പിന്നീട് അയർലാൻഡിലേക്ക്, അതിനിടയ്ക്ക് വേറെ ചില രാജ്യങ്ങൾ. അങ്ങനെ അയർലാൻഡിലാണ് അദ്ദേഹം ഡിപ്ലോമക്കാരനാണ്. അയർലാൻഡിൽ അദ്ദേഹം കുറെ കാലം അവിടെ വെച്ച് അവരുടെ സന്തോഷം പേരൊക്കെ എടുത്ത് കൂട്ടിയിട്ട് അവരുടെ ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ അയർലാൻഡിൽ മാസിക ഉണ്ടായിരുന്നു. ഈ മാസികയുടെ വർക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നതിൽ ഞാനുണ്ടായിരുന്നു. ഞാനും സന്തോഷമൊക്കെ ജേർണലിസ്റ്റ് ആയിട്ട് വെക്കാൻ. അപ്പൊ ഞങ്ങളുടെ പത്രപ്രവർത്തനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതായതുകൊണ്ട് മാഗസിൻ വർക്കുകളൊക്കെ ഇവിടുന്ന് ഞാനും ചെയ്തു കൊടുക്കുന്നുണ്ട്. വർക്കുകൾ ഇവിടുന്നാണ് പ്രിന്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ടീമൊക്കെ എനിക്ക് സൗഹൃദം. അവിടെ റീസെന്റ് നാട്ടിൽ വന്നാൽ 2 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇടവണ്ണയിൽ. അപ്പൊ നല്ല സൗഹൃദം, നല്ല വായനക്കാരാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് പെട്ടെന്ന് തോന്നുകയാണ് ഒരു ട്രക്ക് വാങ്ങണം. അത് അദ്ദേഹത്തിന് ഒക്കുന്നത് ഓസ്ട്രേലിയയിൽ വന്നപ്പോഴാണ്. അതേക്കാളും അദ്ദേഹത്തിന് യാത്ര ഇഷ്ടമാണ്. അപ്പൊ അത് ട്രക്കിൽ തന്നെ യാത്ര ചെയ്യാം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഈ ട്രക്ക് ഓടിക്കുന്നതിന്റെ ഒരു സാഹസികത, അത് അയാൾ ഭയങ്കര ആസ്വദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ കെൻവർത്ത് എന്നുള്ള US കമ്പനിയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അദ്ദേഹം ആദ്യം വാങ്ങിയത്.
കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കുള്ള മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രക്ക്. അപ്പൊ അദ്ദേഹം ഞാൻ വരുന്നത് അദ്ദേഹത്തിന് അറിയാം, നേരത്തെ രണ്ടുപേരും വിസ എടുത്ത സമയത്ത് തന്നെ അറിയാം. പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ മലയാളി ടീമിൽ ചേർന്നിട്ട് സിഡ്നി മലയാളം ചാനലുണ്ട്. ഇപ്പൊ അത് ആക്റ്റീവ് അല്ല. ആ ചാനലിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം, ഇവിടെ നിന്ന് ഞാൻ ചെയ്തു കൊടുത്തിട്ടായിരുന്നു. അപ്പോ റേച്ചേട്ടൻ അതിൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം, ഞാൻ നമ്മുടെ ഇടവഴികൾ എന്നായിരുന്നു എന്റെ പ്രോഗ്രാമിന്റെ പേര്. നമ്മുടെ നാട്ടിലെ ചില ഇടവഴി കാഴ്ചകൾ, നാട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോയാൽ കാണുന്ന ചില പുതുമകൾ, പ്രത്യേകതകളൊക്കെ ഞാൻ ചെയ്തിരുന്നത്. റേച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പറയാം, നിങ്ങൾ ഓസ്ട്രേലിയക്ക് വാ, എനിക്ക് ഇവിടുത്തെ ഇടവഴി കാണിച്ചതാണ് എന്ന് അദ്ദേഹം എന്നോട് എപ്പോഴും പറയുന്ന. അപ്പൊ ഞാൻ വരുന്നത് നിങ്ങൾക്ക് അദ്ദേഹം 2 കൊല്ലമായിട്ട് റെഡി ആയിട്ട് അദ്ദേഹം എനിക്കൊരു എക്സ്പീരിയൻസ് തരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാൻബറയിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോകും, കുറച്ച് ദിവസം എന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. സിഡ്നി കാൻബറ ആണെങ്കിൽ ഏതാണ്ട് ഈ പറഞ്ഞ 360 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്കത് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഈ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്തായാലും പറയുന്നതാണ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് ജർമ്മനിയിലാണ്. അപ്പൊ ജർമ്മനിയിലൊക്കെ പോയിട്ട് കക്ഷി മെൽബണിൽ വന്ന്, മെൽബണിൽ പിന്നെ കാൻബറയിൽ വന്ന് എന്നെ വിളിക്കണം എന്നാണ് ഇങ്ങോട്ട് വരിക. അവസാനം സന്തോഷം ഇടപെട്ട് പറഞ്ഞ വീക്കെൻഡ് ആവാം, അപ്പൊ ഞാൻ ഇനി എനിക്ക് ആ ഒരു ശനി ഞായറുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വരാൻ. അങ്ങനെ അദ്ദേഹം വന്നത് എന്നെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ വിചാരിച്ചത് ടാക്സി എടുത്ത് വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞ് വലിയൊരു ട്രക്കുമായിട്ടാണ്. ആളുകൾ ഈ ട്രക്ക് നിറയെ ഇഷ്ടികകളാണ്, ഇഷ്ടിക ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സിഡ്നിയിൽ ലോഡ് ചെയ്തിട്ട് സിഡ്നി സന്തോഷം താമസിക്കുന്ന പെൻറിഞ്ച് എന്ന സ്ഥലം, ഈ പെൻറിഞ്ചിലേക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ഉണ്ട് സിഡ്നിയിൽ. അതേ സിഡ്നിയിൽ നിന്ന് ഇത്രയും ദൂരെ ട്രക്ക് ഓടിച്ചത് സന്തോഷത്തിന്റെ വീടിന്റെ മുമ്പിൽ ഈ വലിയ ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോയി കറങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ സന്തോഷത്തിന്റെ വീട്ടിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ 5 മണിക്ക് റെഡിയാവുന്ന രാവിലെ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ ട്രക്കിലാണ് യാത്ര. അപ്പൊ ട്രക്കിൽ കയറാൻ തന്നെ കോണി വേണം. അപ്പൊ അദ്ദേഹം അതിന്റെ കോണിയൊക്കെ വെച്ചിട്ട് എനിക്ക് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു, ഇങ്ങനെയാണ് കയറേണ്ടത്, അല്ലെങ്കിൽ അബദ്ധമാവും, അല്ലെങ്കിൽ വീഴും, ഇറങ്ങുമ്പോഴും അങ്ങനെയാണ്. അദ്ദേഹം കാണിച്ചത് അങ്ങനെയാണ് ട്രക്ക് യാത്ര. പക്ഷെ ഈ ട്രക്കിന് യാത്രയൊന്ന് അതുവരെ ഞാൻ അവിടെ യാത്ര ചെയ്തപ്പോഴും കാറിലാണ്, ട്രെയിനിലാണ്. കാറിന് ട്രെയിനിലുള്ള കാഴ്ച, ഇത് ഹൈറ്റിൽ താഴേക്കുള്ള കാഴ്ചയാണ്, നമ്മൾ മുകളിൽ ആ ഒരു ഏരിയ. അപ്പൊ കാഴ്ചക്കൊക്കെ വ്യത്യാസം വന്നു. മൊത്തം കാറിന്റെ ഒക്കെ ടോപ്പാ നമ്മൾ കാണാം ഈ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ. ആ ഒരു ട്രക്കില് പിന്നെ അത് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വീട് പോലെ അത്യാവശ്യം സംവിധാനം, കിടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോ മറ്റൊരു അത് റേച്ചേട്ടന്റെ കൂടെയാണ്. ആ മനുഷ്യൻ സംസാരിക്കുന്ന വിഷയങ്ങളില്ല, പക്ഷെ ഇപ്പൊ അത് വളരെ സൈലന്റ് ആണ്. അതിന് കാരണം ഉപരി വിപാസന ധ്യാനമൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു ഗുരുതുല്യനായ മനുഷ്യൻ, സംസാരം കൊള്ളാം. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന്, എനിക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് ഒരു മെഡിറ്റേഷൻ പോലെയാണ്. ഞാൻ വിചാരിച്ചു കണ്ണെടുത്തിട്ട് വണ്ടി കിട്ടും. അങ്ങനെ ഞാൻ ഫുള്ള് ഇതിൽ മുഴുകിയിട്ട് യാത്ര ചെയ്യും. മറ്റൊന്ന്, എതിരെ വരുന്ന വണ്ടികളുടെ പാറ്റേണുകൾ, നിറങ്ങൾ, പശുക്കൾ, ഫാമുകൾക്ക് കാണാൻ പശുക്കളുടെ പാറ്റേൺ, മരങ്ങൾ, മരിച്ചു വീഴുന്ന, അതായത് പ്രയോഗം മരിച്ചു വീഴുന്ന മരങ്ങൾ. പിന്നെ ആദ്യകാലത്തേക്ക് പോകുമ്പോൾ കാൻഗ്രൂസ് ചത്ത് കിടക്കുന്നത് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു ദിവസം ഈ ട്രക്കിനെ പോകുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് വന്ന് അടിച്ചു. വേറൊരു വണ്ടിക്ക് ഒരു കാൻഗ്രൂ ഇടിച്ചിട്ട് ഇയാളുടെ വണ്ടിയിലേക്ക് ബ്ലഡ് ചില്ലിൽ കൂടുതൽ ബ്ലഡ്. അപ്പൊ അത് ഇപ്പൊ എനിക്കെല്ലാം മരണിച്ച മനസ്സുപോലെയാണ്. അതൊക്കെ വളരെ ഡിറ്റാച്ച്ഡ് ആയ മൈൻഡിലാണ്. അപ്പൊ ആ മനുഷ്യന്റെ കൂടെയുള്ള യാത്രയും വളരെ രസമായിരുന്നു. പിന്നെ കാൻബറ റൂട്ട് എന്ന് പറഞ്ഞാൽ കാട് ആണ്, ഒരുപാട് ഏരിയ, പിന്നെ പുൽമേടുകളുണ്ട്, പിന്നെ ജോർജ് ലേക്ക് എന്ന ഏതാണ്ട് 15 കിലോമീറ്റർ ആ തടാകത്തിന്റെ കരയിലൂടെയാണ് ഹൈവേ. അപ്പോ ആ ഒരു അനുഭവം, അങ്ങനെയുള്ള ആ യാത്ര. പിന്നെ കാൻബറ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കാർ എടുത്തു. 2 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ തിരിച്ച് അതേ ട്രക്കിലായിരുന്നു. അതിനിടയ്ക്ക് ഈ ട്രക്കിൽ ഈ ലോഡ് ഉണ്ടായിരുന്നു, ലോഡ് ഇറക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ നീ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇടയ്ക്ക് വണ്ടി താവളത്തിൽ വിശ്രമിക്കാൻ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് സ്ത്രീകൾ ട്രക്ക് ഓടിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ വെളുത്ത പറക്കാരായിട്ടുള്ള സ്ത്രീകൾ, കപ്പിൾസ്, ഭാര്യ ഭർത്താവും ട്രക്ക് കൊണ്ടെടുക്കുന്നവര്. ട്രക്കുകാരൊക്കെ തമ്മിൽ വയർലെസ് കോണ്ടാക്ട്, ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. വഴിയിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവര് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ ട്രക്കുകാര് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന സ്ഥലങ്ങൾ, വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ,
പിന്നെ അവസാനം ഈ സൈറ്റിൽ ഇഷ്ടിക ഇറക്കാം, അത് ഇറക്കാതെ ഞങ്ങൾ ഫ്രീ ആവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സൈറ്റിൽ ഇഷ്ടിക ഇറക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡ്, ഞാൻ സമയം ടേക്കിന്റെ പറയാം, വീട് നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യം അവിടുത്തെ. അപ്പോൾ സൈറ്റിൽ ഇഷ്ടിക ഇറക്കാൻ എല്ലാം അദ്ദേഹത്തിന് ചെയ്യാം, യന്ത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്രൈം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഇഷ്ടിക ഇറക്കാൻ പറ്റും, ഒരാൾക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ 2 ദിവസത്തെ യാത്ര, അതാണ് ഇതിലെ ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് വരികയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഓഡിയൻസിന് ചോദിക്കാനുള്ള സമയം അവസാനിക്കുകയാണ്. എന്നാലും അബ്ദുൾ മാഷ കയ്യിലൊരു ബുക്ക് ഉണ്ട്. അപ്പൊ ലോജിക്കലി എനിക്ക് തോന്നുന്നു ഒരു അഫ്ഗാനി എഴുത്തുകാരിയെ പരിചയപ്പെട്ടത് എഫ്ബിയിൽ എഴുതിയിരുന്നു. അവരുമായിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടോ? സമയം അതിക്രമിച്ചു തോന്നുന്നു. പിന്നെ ഒന്ന്, മിനാസ് കണ്ടാരി എന്ന ഒരു അഫ്ഗാൻ റൈറ്ററുമായിട്ട് ഇന്റർവ്യൂ നടത്താൻ സാധിച്ചു. ഇത് അവരുടെ പുസ്തകമാണ്. ഇത് അവരുടെ ലൈഫ് റിഫ്ലക്ഷൻസ് ആണ് അതിനകത്തുള്ളത്. ഇവര് ഓസ്ട്രേലിയൻ പൗരയാണ്, ഇപ്പൊ ഓസ്ട്രേലിയക്കാരിയാണ്. ഇപ്പോ അവരുടെ 9ാമത്തെ വയസ്സിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ പ്രശ്നത്തിലൊക്കെ അവരുടെ കുടുംബം അവിടെ നിന്ന് ഒളിച്ചോടിയതാണ്. ആദ്യം പാകിസ്ഥാനിലേക്ക്, പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തി. അവർ ഓസ്ട്രേലിയയിൽ റെഫ്യൂജിയായി. പിന്നീട് ഓസ്ട്രേലിയ അവരുടെ സംരക്ഷണം കൊടുത്തു. അങ്ങനെ പിന്നീട് ഓസ്ട്രേലിയൻ പൗരത്വം സ്വീകരിച്ചു. അവര് നല്ല റൈറ്ററാണ്, കവിതകൾ എഴുതുന്നത്, കുട്ടികൾക്ക് വേണ്ടിയുള്ള 4 പുസ്തകങ്ങൾ. സൈക്കോളജി അവരുടെ ഇഷ്ടപ്പെട്ട ഏരിയ ആയതുകൊണ്ട് ആ രീതിയിലുള്ള പുസ്തകങ്ങളുണ്ട്. അവര് ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. സ്കന്ദാരി ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന അവരുണ്ട്. അതിന്റെ പിന്നെ CEO ആണ് അവര്. അതിലൂടെ അവർ ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഓസ്ട്രേലിയയുടെ ഒരു പൊതു പോളിസി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും ഓസ്ട്രേലിയയിലെ ഏറ്റവും സീനിയർ പൗരനും ഒക്കെ ഒരുപോലെയാണ്. അവിടെ സഞ്ചാരികൾ എന്ന് പറയുമ്പോൾ വിദേശികൾ നമ്മൾ കാണുന്നില്ല. ഇറങ്ങി കഴിഞ്ഞാൽ എവിടെയും നമുക്ക് രേഖ നമ്മൾ ചോദിക്കുന്നില്ല, പോലീസിനെ നമ്മൾ കാണുന്നില്ല, എവിടെയും ഒരു പ്രശ്നമല്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ അഡ്രസ്, പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി. അപ്പൊ ഈ റെഫ്യൂജികളോട്, ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള റെഫ്യൂജികൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു രാജ്യം ഇന്ന് ഓസ്ട്രേലിയയാണ്. ഈ ജർമ്മനിയിൽ നിന്ന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ രക്ഷപ്പെട്ട എഡി ജാക്കോ എന്ന മനുഷ്യൻ ഓസ്ട്രേലിയയിൽ അഭ്യർത്ഥിക്കുകയും അവസാനം 99ാമത്തെ വയസ്സിൽ 2 വർഷം മുമ്പ് സിഡ്നിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ ദി എർത്ത് എന്ന പുസ്തകം, ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടവാനായ മനുഷ്യൻ എന്ന പുസ്തകം എഴുതിയ എഡി ജാക്കോ. അയാൾ ഓസ്ട്രേലിയയിൽ അഭയം തേടിയ ഒരു ജർമ്മൻകാരനാണ്. ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം, യുദ്ധം അല്ലെങ്കിൽ മറ്റ് ഫാസിസം, അതല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, ലഹളകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ സംരക്ഷണം കൊടുക്കുമെന്ന ഒരു അലിഖിത നിയമം അവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ റെഫ്യൂജികളും അവിടെ എത്തിപ്പെടുന്നുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ധാരാളം അവിടെ ഉണ്ട്. അവർക്കൊക്കെ സംരക്ഷണം ഓസ്ട്രേലിയ കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞത്, എന്റെ ഫ്രണ്ട്സ് അവിടെ അവരൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്കര പീഡനമാണ് കേരളത്തിൽ, പിണറായിയുടെ പേടിപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കൊണ്ടാൽ നിങ്ങൾക്കും വേണമെങ്കിൽ പൗരത്വം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു മുൻഗണന അവർ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ മിനാസ് കണ്ടായിരുന്ന അവർ 9ാമത്തെ വയസ്സിൽ ഫാമിലിയുടെ കൂടെ അവരെത്തി. അവർ റെഫ്യൂജിയായി. പിന്നീട് അവരെ ഓസ്ട്രേലിയ സംരക്ഷണം കൊണ്ട് പൗരത്വം കിട്ടി. അങ്ങനെ അവരവിടുത്തെ പിന്നീട് ഇപ്പോഴും അവിടെ അഫ്ഗാനിൽ നിന്നുള്ള റെഫ്യൂജീസ് വരുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി വർക്കാണ് ഇവർ കാര്യമായി ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ലൈബ്രറി അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, തെരുവുകളിലൊക്കെ ലൈബ്രറി സ്ഥാപിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ കൂടുതൽ ഇത് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, ഈ മിനാസ് കണ്ടാരി എന്നുള്ള ലേഡിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ വേറെ സുഹൃത്ത്, സന്തോഷത്തോടെ ഞാൻ പരിചയപ്പെട്ട പത്തനംതിട്ടക്കാരനായിട്ടുള്ള രാജൻ ചിറ്റ എന്ന ഒരു മനുഷ്യൻ, നമ്മുടെ ഉസ്മാനിയ പുഴയുടെ സുഹൃത്താണ് എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം മലപ്പുറത്തുള്ള സ്ഥലം ആൾക്കാരെ കുറിച്ച് ചോദിക്കുകയാണ്, മമ്പാടുകാരെ കുറിച്ച്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ഗൾഫിലുണ്ടായിരുന്നു. ഉസ്മാൻക്ക് അദ്ദേഹത്തിന് വേണ്ട സുഹൃത്തായിരുന്നു രാജൻ ചിറ്റ. രാജൻ ഒരു നല്ല സാമൂഹ്യ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, ഭയങ്കര സഖാവാണ്. രാജൻ എവിടെ പോയാലും ചെയ്തൊരു പണി ലൈബ്രറി തുറന്നു. അങ്ങനെ ജിദ്ദയിൽ അദ്ദേഹം ലൈബ്രറി തുടങ്ങിയിട്ട് പിന്നെ സൗദി ഗവൺമെന്റ് ജയിലിൽ അടച്ചു. ലൈബ്രറി തുറന്ന നിയമമൊക്കെ നോക്കാതെ ലൈബ്രറിയാണ്. അദ്ദേഹം അയർലാൻഡിൽ പുസ്തകോത്സവം നടത്തിയാണ്, ലൈബ്രറി നടത്തും. ഇപ്പോ
8 മാസം മുമ്പ് അദ്ദേഹം ഓസ്ട്രേലിയക്ക് എത്തിയിട്ടുണ്ട്. ഈ സുഹൃത്തുക്കൾ തേടില്ല. എത്തിയപ്പോൾ അദ്ദേഹം ഏതാണ്ട് 5000 പുസ്തകങ്ങളുമായിട്ടാണ് ഓസ്ട്രേലിയക്ക് വന്നത്. കുഞ്ഞു വീട് അദ്ദേഹം വീട്ടിൽ നിന്ന് കുറേ പുസ്തകങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2 ദിവസം താമസിച്ചു. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ഈ എഴുത്തുകാരിയായിട്ട് കണക്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് സംസാരം. അവിടെ റെസ്റ്റോറന്റുകൾ നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഇന്ന് ഞങ്ങൾ ഏതാണ്ട് 3.5 മണിക്കൂർ അവരുമായി ഈ മിനാസ് കന്താരിയുമായിട്ട് സംസാരിച്ചു. അപ്പോ നല്ലൊരു അനുഭവം. ഞാനൊരു ഇന്റർവ്യൂ ആയിട്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് പോയതാണ്. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ അന്വേഷണം എടുത്തു. അപ്പോ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവര്. തികഞ്ഞ ഇസ്ലാമത വിശ്വാസിയാണ് അവര്. കാരണം ഫുഡ് കഴിച്ചപ്പോ ഹലാലാണോ ഉറപ്പ് വരുത്താൻ വേണ്ടി റെസ്റ്റോറന്റിലെ കിച്ചണിൽ പോയിട്ട് ചോദിച്ചിട്ടാണ് അവര് ഫുഡ് കഴിച്ചത്. അപ്പൊ അത്രയും കർശനമായിട്ട് ഇത് പറയുന്ന ആള്, പക്ഷെ വളരെ ഡീപ്പറായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു കക്ഷിയാണ്. ഡീറ്റെയിൽസ് പിന്നെ ഞാൻ എന്തായാലും അവരെ കുറിച്ച് എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. കൊണ്ട് പറയട്ടെ, അവര് വളരെ ഗംഭീരമായി സ്ട്രീറ്റ് ലൈബ്രറി പറയാം. ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് ലൈബ്രറി തുറന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പുസ്തകം എടുക്കാം, വായിക്കാം, നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ രാജ്യക്കാർ പറഞ്ഞു, നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് മലപ്പുറത്ത്, ഉസ്മാൻ എന്നൊരാള് മുമ്പിൽ ആഴികട നടത്തുന്നുണ്ട്. എന്ത് വിനാസ് കന്താരിയോട് ഇംഗ്ലീഷിൽ. അപ്പൊ അവർക്ക് ഭയങ്കര അനുഭവമായി. ആളില്ലാത്ത അത് ഇങ്ങനെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. ഉസ്മാൻ ഖാന്റെ ആ പരിപാടി ആളില്ലാത്ത പീഡിയ. ഇത് പണ്ടത് ഞങ്ങളൊക്കെ മലപ്പുറത്ത് പണ്ടേ തുടങ്ങിയത് കേരളത്തിൽ എന്നുള്ള രീതിയിൽ രാജൻ പത്തനംതിട്ടക്കാരനാണ്. ഉസ്മാൻ ഖാൻ അറിയുന്നതുകൊണ്ട് അതവിടെ അങ്ങനെ പരാമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഉസ്മാൻ ഖാൻ ചരിത്രമാണ്. ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിസത്തിന്റെ രാജ്യമാണ്, ഒരു മോഡേൺ കൺട്രിയാണ്. ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ അയച്ച കുറ്റവാളികളെ കൊണ്ട് പണിയെടുക്കുകയായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പഴയ റോഡുകളെല്ലാം നിർമ്മിച്ചത് ഈ കുറ്റവാളികളാണ്. ആ ഓസ്ട്രേലിയ ഇപ്പോ ജയിലിന്റെ പേരൊക്കെ മാറ്റി കറക്ഷൻ സെന്റർ എന്നാണ് ജയിലിന്റെ പേര്. ജയിലിൽ എഴുതിയിട്ടില്ല. ജയിലിൽ ഞാൻ അകത്ത് പോയിട്ടില്ല. 2 ജയിലുകൾ പുറത്ത് കണ്ടു. കറക്ഷൻ സെന്റർ എന്നാണ് ജയിലിന്റെ പേര്. കറക്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് ആ രീതി തന്നെയാണെന്നാണ് ജയിലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നമുക്ക് പറഞ്ഞത്. പിന്നെ മൊത്തത്തിൽ ആ സ്വീഡനിലൊക്കെ ജയിലിൽ കൂട്ടി എന്ന് പറയുന്ന പോലെ കോൺവിക്സുകൾ അവിടെ ഉണ്ട്. കാരണം എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓസ്ട്രേലിയക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ ആളുകളെ കാണുന്നത് ഈ ബ്രിട്ടീഷ് പൗരന്മാരെയാണ്. പൗരന്മാരല്ല, ബ്രിട്ടീഷ് പീപ്പിളാണ്. അപ്പോൾ അബോറിജിനൽസ് എന്നുള്ള അവിടുത്തെ ഈ ആദിമ നിവാസികളെ ഈ 15-16 നൂറ്റാണ്ടുകളിൽ അവരെ മുഴുവനും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അടിച്ചമർത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അപ്പൊ ആ കാലത്ത് അബോറിജിനൽസിന്റെ വളരെ ക്രൂരമായി നടന്ന, പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഈ അബോറിജിനൽസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അയാൾ എനിക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്തു. ആ ബുക്ക് ഞാൻ ജസ്റ്റ് ലൈബ്രറിയിൽ റെഫർ ചെയ്ത് കുറച്ച് ഭാഗം വായിച്ചു. അതിനകത്ത് പറയുന്നുണ്ട്, ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് മെസ്സേജ് അയച്ചത് ഇവിടെ മനുഷ്യരില്ല എന്നായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളതൊക്കെ ഈ കാട്ടുജന്തുക്കളാണ്. ആ കാട്ടുജന്തുക്കൾ എന്ന് അവര് വിളിച്ച മനുഷ്യരെ അവര് കൊന്നൊടുക്കിയിട്ടും അവർക്ക് രോഗങ്ങൾ പകർന്നു കൊടുത്തിട്ടും സ്റ്റോളൻ ജനറേഷൻസ് എന്നുള്ള പ്രശസ്തമായ പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ കുട്ടികളെയാണ് അവർ പിടിച്ചുകൊണ്ടത്. ഈ പാവപ്പെട്ട ആദിവാസികളെ കുട്ടികളെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ ഒറ്റയ്ക്ക് താമസിപ്പിച്ച് കടുത്ത ഏകാന്തത കൊണ്ട് അമ്മമാരുടെ അച്ഛന്മാരുടെയും സ്പർശനം ഇല്ലാതെ വല്ലാത്തൊരു ഭ്രാന്തായ അവസ്ഥയിൽ കുട്ടികൾ മരിച്ചു പോവുകയോ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയോ ചെയ്ത രീതിയിൽ തലമുറകളെ അവര് പിന്നെ ഉന്മൂലനാശം ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സിവിലൈസ്ഡ് കൾച്ചർ അവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. പക്ഷെ അബോറിജിനൽസ് ഇപ്പോഴവിടെ ചേർത്ത് നിൽപ്പുമായിട്ട് ഒരു ഭാഗത്തുണ്ട്. കാൻബറയിലെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ മുമ്പിൽ അബോറിജിനൽസിന്റെ ഒരു വലിയ സമര പന്തലുണ്ട്. അതിന് അബോറിജിനൽ എംബസി എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഈ പുതിയ ഓസ്ട്രേലിയൻ ഗവൺമെന്റുകൾ അതിനൊന്നും ചെയ്യാതെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിലുള്ള സമരപ്പന്തൽ വേണമെങ്കിൽ പൊളിച്ചു നീക്കാം. അതിന് പകരം പാർലമെന്റിൽ അവിടെ നിന്ന് മാറ്റി പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കി. അപ്പോൾ ഈ അബോറിജിനൽസ് അവർ ചെറുത്തിരിപ്പായിട്ട് പോകുന്ന 2010 അബോറിജിനൽസിന് അവിടെ എന്താ പറയുക സർക്കാർ പ്രാതിനിധ്യം കൊടുത്തു. ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അനുവാദം ഉണ്ടായി. അതിന് കാരണം അവിടുത്തെ ആ കാലത്ത് ഗവൺമെന്റിൽ വന്ന വലിയൊരു മാറ്റം. അവർ അബോറിജിനൽസിനോട് അപ്പോളജൈസ് ചെയ്തു, മാപ്പ് പറഞ്ഞു. അത് ചരിത്രപരമായ വലിയൊരു സംഭവമായിരുന്നു. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രി
നടത്തിയ പ്രസംഗം അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അബോർജിനൽസിനോട് ഞങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ചെയ്തത് കടുത്ത ക്രൂരതയായിരുന്നു എന്നും അതൊരു സിവിലൈസ്ഡ് സംസ്കാരത്തെ യോജിക്കാത്തതാണ് എന്നും തിരുത്തൽ ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് അവർ മാപ്പ് പറഞ്ഞ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഞാൻ കാൻബറയിലെ ഈ പഴയ പാർലമെന്റ് മന്ദിരം നമുക്ക് തുറന്നു നിന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. അവിടെ കംപ്ലീറ്റ് ഡെമോക്രസിയുടെ ഒരു മ്യൂസിയമാണ്. ജനാധിപത്യം എന്നത് പൗരന്മാർ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ വാഗ്ദാനമാണ് എന്ന് എഴുതി വെക്കുക മാത്രമല്ല, ഏതാണ്ട് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റി. ഡെമോക്രസി ഉണ്ട് എന്ന് നമുക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ, അതാണ് നേരത്തെ മാഷ് ചോദിച്ച ഈ സോഷ്യൽ കൾച്ചറൽ എന്നുള്ളതിന് എനിക്ക് പറയാനുള്ള ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച ഒരു മേഖല അതും കൂടിയായിരുന്നു. പൗരന്മാർ കൊടുക്കുന്ന ഉറപ്പ് ആണ് ജനാധിപത്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. പൗര സ്വാതന്ത്ര്യം, പൗരന് കിട്ടുന്ന അന്തസ്സ്, ഒരു മനുഷ്യന് കിട്ടുന്ന അന്തസ്സ് എനിക്ക് ഭയങ്കര അനുഭവിക്കാൻ പറ്റും. അത് പൗരന്മാർ പരസ്പരം, അവിടുത്തെ മനുഷ്യന് പരസ്പരം കൊടുക്കുന്ന ഒരു അന്തസ്സുണ്ട്. ഒരു ഷോപ്പിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വേണ്ടി വാതിൽ തുറന്നു പിടിച്ചു നിൽക്കുന്ന ആ നാട്ടുകാരൻ, നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി പോകുന്ന മറ്റൊരു കൺസ്യൂമർ ആയിട്ടുള്ള ആള് ഇറങ്ങി പോകുമ്പോൾ ഡോർ പിടിച്ചു നിൽക്കുന്നു. എന്തിനാ? ആഫ്റ്റർ യു, നിങ്ങൾ പോകും എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അതുപോലെ കോണി ഇറങ്ങുമ്പോൾ, കോണി കയറുമ്പോൾ, എസ്കലേറ്റർ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് തരുന്ന ഒരു ആദരവും ബഹുമാനവും, ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ചില അവിടുത്തെ ഓരോ മനുഷ്യനും തരുന്ന വല്ലാത്തൊരു ആദരവ്, ഈ ആദരവ് വല്ലാത്തൊരു നിറവ് അവിടെ നിന്ന് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ലോകത്തെ എല്ലാ മനുഷ്യരും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ വൈവിധ്യം അവർ അംഗീകരിക്കുക. അത് പുതിയ സിവിലൈസ്ഡ് ജനറേഷൻ ഒരു തിരുത്തൽ സാമൂഹ്യ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അതുപോലെ തന്നെ സൈലൻസ്, അത് കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഞാൻ ഹോണടി ഈ 18-17 ദിവസത്തിനുള്ളിൽ വണ്ടിയുടെ ഹോണടി കേട്ടിട്ടേ ഇല്ല. നല്ല തിരക്കുള്ള സിറ്റിയാണ്, പക്ഷെ ഹോണടിയില്ല. സൈലൻസ്, ആളുകൾ ജീവിതം മുഴുവനും വളരെ പതുക്കെ സംസാരിക്കുകയും ഷൗട്ട് ചെയ്യുന്നില്ല. ട്രാഫിക്കിന്റെ ഒക്കെ നിയമങ്ങൾ, റെഫ്യൂജി ഐലാൻഡ് എന്നുള്ള ബോർഡ് ഉണ്ടാവും, അത് മുതിർന്നവർക്കും കുട്ടികൾക്കും ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ എത്തുമ്പോൾ ആ ബോർഡ് കണ്ടാൽ വണ്ടി അറിയാതെ ബ്രേക്ക് ചെയ്യും. ഇവിടെ തലങ്ങും കരങ്ങും പായുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്ന് വളരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു, ഹോണടിക്കുന്നില്ല. ചില സ്ഥലത്ത് ദിസ് ഈസ് റെസിഡൻഷ്യൽ ഏരിയ, സോ പ്ലീസ് കെയർ എന്നാണ്. അവിടെ എത്തുമ്പോൾ ഹോണടിക്കില്ല, ഹോണടി എവിടെയില്ല, വണ്ടി സ്ലോ ആക്കുന്നു. ഇങ്ങനെയുള്ള മറ്റുള്ള ആൾക്കാരോട്, മനുഷ്യരോട്, ജീവികളോട്, പിന്നെ എല്ലാ വീടുകളുടെയും മുമ്പിൽ ഈ ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്തിൽ തൊട്ടിപ്പുറത്ത് പുല്ല് പതിച്ചിട്ടുണ്ട്. ഈ പുല്ല് പരിചരിക്കേണ്ടത്, റോഡ് സൈഡിലെ പുല്ല് പരിചരിക്കേണ്ടത് ആ വീട്ടുകാരാണ്. അവർക്ക് ഒരു ഏരിയ ഉണ്ട്, അത് അവർ പരിചരിക്കണം. ഇല്ലെങ്കിൽ കൗൺസിൽ ഫൈൻ ഇടും. കൗൺസിൽ മീൻസ് അവിടുത്തെ മുനിസിപ്പാലിറ്റി. അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാവരും പാലിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾ രാവിലെ അവർ ആദ്യം അത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മര്യാദകൾ, ഈ ഡോറിൽ മുട്ടുന്നത്, കോളിംഗ് അടിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന മര്യാദകൾ, പിന്നെ റോഡ് റിപ്പയർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി അറിയിക്കും. അതിങ്ങനെ സൈൻ ബോർഡുകൾ കാണാം, LED. ഇത് മറ്റന്നാൾ റോഡ് ഇവിടെ റിപ്പയർ ചെയ്യും, അപ്പൊ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല പെട്ടെന്ന് അവിടെ റോഡ് അടച്ചിട്ടുള്ള പരിപാടികൾ. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ആൻഡ് ദ സിറ്റിസൺസ്, ഇത് രണ്ടും നമുക്ക് അവിടെ കാണാൻ കഴിയും. പങ്ക്ച്വാലിറ്റി, ട്രെയിനൊന്നും ലേറ്റ് ആവുന്നേ ഇല്ല, 5 മിനിറ്റ് 2 മിനിറ്റ് പോലും ലേറ്റ് ആവുന്ന എല്ലാം കൃത്യസമയം. പിന്നെ മറ്റൊന്ന് ടെലിഫോൺ ബൂത്ത് ഞാൻ കണ്ടു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പബ്ലിക് ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് മ്യൂസിയം ആയി വെച്ചാൽ, അപ്പൊ ഞാൻ ചോദിച്ചോ പറഞ്ഞത് ഫോൺ ഇല്ലാത്ത മനുഷ്യരും ഇവിടെയുണ്ട്. പിന്നെ പഴയ തലമുറയ്ക്ക് ഇപ്പോഴും പുതിയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. ഫോൺ ചിലപ്പോൾ ഓഫ് ആവാം, ചാർജ് ഇല്ലാതെയാവാം, അവർക്ക് യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ടെക്നോളജി ഒരുപാട് ഡെവലപ്ഡ് ആണെങ്കിലും കൂടെ എത്താത്ത മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ളതിലെ ഒരു തെളിവാണ് ഈ ടെലിഫോൺ ബൂത്തും പോസ്റ്റ് ഓഫീസും അങ്ങനെയുള്ള സംവിധാനങ്ങൾ. പിന്നെ ഓണസ്റ്റി ഷോപ്പ് കണ്ടു ഞാൻ. കടയിൽ ആളില്ലാത്ത കട, അവിടെ ലൈബ്രറി മാത്രമല്ല കടകളുണ്ട്, നമുക്ക് എടുക്കാം, സാധനങ്ങളുടെ പൈസ വേണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ 6 വീടുകളിൽ പോയി. ഉമ്മക്കാന്റെ മോളുടെ വീട് ഉൾപ്പെടെ 6 മലയാളി ഫാമിലി, അല്ലെങ്കിൽ 3 ഫാമിലിയുടെ കൂടെ ഞാൻ താമസിച്ചു. അവിടുത്തെ കുട്ടികളുമായി സംസാരിച്ചു. വീടുകളിലെ അടുക്കും ചിട്ടയും മലയാളികൾ കൃത്യമായി തുടരുന്നു. അത് അവിടുത്തെ റൂളിന്റെ നിയമത്തിന്റെ ഭാഗം കൂടിയാണ്.
നിയമത്തിന്റെ ഭാഗം കൂടി സ്വന്തം വീട് അടുപ്പിച്ചിട്ട് സൂക്ഷിക്കുന്നു. അവരങ്ങനെ തോന്നിയ പോലെ വീട് നിർമ്മിക്കാൻ പറ്റില്ല. ഒരു ഏരിയയിൽ 2 നില പാടുണ്ടെങ്കിൽ 2 നില ആവാം. ചില സ്ഥലത്ത് ഒറ്റ നിലയെ പാടുള്ളൂ, ഒരേ പെയിന്റ്, ഒരേ ഡിസൈൻ. അകത്ത് നമുക്ക് വേണമെങ്കിൽ സൗകര്യങ്ങൾ ആൾട്ടേഷൻ വരുത്താം. അത് നിയമമാണ്. അവിടുത്തെ കാറ്റും അവിടുത്തെ നീരൊഴുക്കും എല്ലാം നോക്കിക്കൊണ്ട് സൈറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചാൽ അവിടെ മാത്രം വീട് നിർമ്മിക്കാം. അവിടെ നമുക്ക് പൈസ കൊടുത്ത് വീട് വാങ്ങാം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാം. പക്ഷെ അവിടുത്തെ നിയമം പാലിച്ച് അവിടെ ആ ഏരിയയിൽ വീട് വെക്കാൻ പറ്റുള്ളൂ. വീട് വെക്കുന്നതിന് മുമ്പ് ആദ്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ആ മരത്തിൽ നിയമമുണ്ട്, മരം അവിടുത്തെ പക്ഷികൾക്ക് അനുയോജ്യമായ പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളെ വെച്ച് പിടിക്കാൻ പാടുള്ളൂ. നമുക്ക് തോന്നിയ മാതിരി ഇവിടെ റംബൂട്ടാനും മറ്റൊരു മറിച്ചൊക്കെ നമ്മൾ നടുന്നുണ്ട്, അവിടെ അത് പറ്റില്ല. അത് അവർ സ്ട്രിക്റ്റ് ആണ്. ഫ്ലൈറ്റിനെ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്, ഒരു വിത്തുകളോ ഒരു ചെടിയോ നിങ്ങൾ കൊണ്ടുപോവുകയോ അവിടെ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. അത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫ്ലൈറ്റിൽ പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കളകൾ ഇപ്പൊ അവിടെ 2 വിഷയം പറയുന്ന ചരിത്രത്തിൽ. ഒന്ന്, മുയലുകൾ അവിടെ ഉണ്ടാക്കിയ പ്രശ്നം. എവിടുന്നോ കൊണ്ടുവന്ന മുയലിനെ വളർത്തിയ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് മുയൽ പുറത്തു ചാടുകയും ആ മുയൽ പെറ്റ് പെരുകി കാൻബറ അതുപോലെ മെൽബൺ സൈഡിൽ മുഴുവനും മുയൽ ആയിട്ട് ഗവൺമെന്റ് മുയൽ വേട്ട പ്രോത്സാഹിപ്പിച്ചിട്ടാണ് മുയലിനെ അവിടെ കൺട്രോൾ ചെയ്തത്. അതുപോലെ മൈന അവിടെ വന്നത് കപ്പലിൽ വന്നാണ്, ഇന്ത്യൻ മൈനയാണ്. അപ്പോൾ മൈനകൾ ഇവിടെ പെരുകിയിട്ടുണ്ട്. അവർക്ക് അവരുടെ പക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ട് വീടുകളുടെയൊക്കെ മുമ്പിലുള്ള മരങ്ങളിൽ ആളുകൾ പക്ഷികൾക്ക് വേണ്ടി കൂട് നിർമ്മിക്കുന്നുണ്ട്, പക്ഷികൾക്ക് വെള്ളം വെക്കുന്നുണ്ട്. അതൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. അതൊരു കൾച്ചറാണ്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ പട്ടികൾ, പെറ്റ്സ്, പട്ടികളെല്ലാവരും വളർത്തുന്നുണ്ട്. പട്ടികളെ കൂടി രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരെ കാണാം. പക്ഷേ ഞാൻ കണ്ടൊരു പ്രത്യേകത, പട്ടികളെ കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്ക് ഫുട്പാത്തിലൂടെയാണ് പോവുക, മൈതാനങ്ങളിലൂടെ പോവാം. നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ വഴികളിലൂടെയൊക്കെ പോവാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ ബോർഡുകളുണ്ട്. ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബി എ റെസ്പോൺസിബിൾ ഡോഗ് ഓണർ, മാന്യനായ ഒരു പട്ടി ഉടമയാവുക. എന്നുവെച്ചാൽ ഈ പട്ടി കാഷ്ടിച്ചാൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, പട്ടിയല്ല. അപ്പോ അത് നിങ്ങൾ തന്നെ എടുക്കണം. അതിനുവേണ്ടി ഫുട്പാത്ത് തുടങ്ങുന്ന സ്ഥലങ്ങളിൽ പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് കവറുകളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ട് യു ക്യാൻ യൂസ് ദിസ്. പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. ഇത് അവരുടെ എടുക്കും ആദ്യം, എന്നിട്ട് ആ പട്ടിന്റെ കൂടെ നടക്കുക. പട്ടി കാഷ്ടിച്ചാൽ അവരത് എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവറിനകത്തിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബിന്നുകളുണ്ട്. ബിന്നിൽ കൊണ്ടിടണം. അപ്പൊ ഞാൻ ഇതിങ്ങനെ നമ്മൾ എല്ലായിടത്തും കാണുന്നു. എവിടെയും പട്ടികൾ നിറയെ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് പട്ടികളെ. എവിടെയും പട്ടി കാഷ്ടല്ല. പട്ടി കാഷ്ടിക്ക് രാവിലെ തന്നെ പട്ടിയെ കൊണ്ട് ഈ എക്സസൈസിന് വേണ്ടി ഇറക്കുകയാണ്. അപ്പൊ അവര് വളരെ കണിശമായി ഇതൊരു പാലിക്കുന്നു. അത് കൾച്ചറായി എല്ലാവരും കവറെടുക്കുന്നു, പട്ടിക്കാഷ്ട അവർ പെറുക്കുന്നു. എന്നിട്ട് ഈ ക്യാമ്പയിൻ നമുക്ക് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, പാർക്കിലും വഴിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ നേരത്തെ പറഞ്ഞ ട്രക്ക് ഡ്രൈവർ റേച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. റേച്ചേട്ടൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മനുഷ്യൻ തന്നെ പട്ടിയെ കൊണ്ട് പോകുമ്പോൾ ഒരു കവർ ഞാൻ കയ്യിൽ എടുക്കണമെന്ന്, കവറ് മുനിസിപ്പാലിറ്റിക്കാർ വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ എടുക്കണമെന്ന് അയാൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം സൂക്ഷ്മത അയാൾ കാണിക്കുന്നതിന് മറ്റുള്ളവരെ അയാൾ പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു സൂക്ഷ്മത ഈ ഒരു കവർ എടുക്കുന്ന മനുഷ്യൻ ബാക്കി എല്ലാ കാര്യത്തിലും കാണിക്കില്ലേ? എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇത് കൊച്ചു കുട്ടികൾ പോയി. ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആസ് എ ടീച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലായി. അതിൽപ്പെട്ട ഒരു കാര്യം, കുട്ടികളെ ഇത്തരം ശീലങ്ങൾ വളരെ ചെറിയ പ്രായം തൊട്ട് സ്കൂളുകളിൽ ശീലിപ്പിക്കുന്നുണ്ടെന്നാണ്. ശീലിപ്പിക്കുക മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് വീടുകളിൽ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ, മമ്മക്കാരുടെ പേരക്കുട്ടി മഞ്ചേരി വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ആവും. ആ കുട്ടി ചുയിങ്കം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിഠായി കഴിച്ചിട്ടുണ്ടെങ്കിൽ മിഠായി കണ്ടാൽ ബിന്ന് തിരയും. ഇവിടെ വന്നാൽ യു ക്യാൻ ത്രോ ഇറ്റ് എനിവെയർ എന്നായിരിക്കും നമ്മൾ പറയാം, എവിടെ അറിയാം. അപ്പൊ ആ ഒരു വ്യത്യാസം സ്കൂളിൽ നമ്മൾ കാണുന്നു. അത് നമുക്ക് സങ്കടം തോന്നിയത്, നമുക്ക് പറയാം ഇവിടെ ജനസംഖ്യയല്ലേ, നമുക്ക് ഇത്ര ഇതൊന്നുമില്ലല്ലോ. എന്നാൽ ഉള്ള സൗകര്യത്തിൽ നമ്മളിത് ചെയ്യോ എന്നുള്ളതാണ്. ഈ ഡോറ് തുറന്ന് പിടിക്കലും പട്ടിക്കാഷ്ടം വരാൻ പോകണ്ട, പക്ഷെ തുപ്പുക, നമ്മുടെ സ്വഭാവം എങ്ങനെ തുപ്പി, നമ്മളെ ബസ് സ്റ്റാൻഡൊക്കെ നോക്കണം, തുപ്പി നമ്മളാകെ വൃത്തികേടാക്കുന്നു. ഇതിന് ജനസംഖ്യ കുറക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവിടെ വേനൽക്കാലത്ത് വെള്ളത്തിന് ചാർജ് കൂടുതലാണ്. കാരണം വേനൽക്കാലത്ത് വെള്ളം ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
വെള്ളം, അവിടുത്തെ ഇലക്ട്രിസിറ്റി, സോളാറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീടുകളിൽ താമസിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവം കൂടെ ശരിക്കും കിട്ടി. ഓക്കെ നമ്മളെ സമയം കഴിഞ്ഞു. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു അവസരം സമയം. ഓസ്ട്രേലിയയും മലബാറായിട്ട് പറയുമ്പോൾ 1700 ഒടുവിൽ 800-കളിലും ഇവിടെ ആന്റി കൊളോണിയൽ മൂവ്മെന്റ് നടന്നു. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ ഓസ്ട്രേലിയയിലെ ബോട്ടാനിക്കൽ ബേ എന്ന് പറഞ്ഞ ഡീപ്പോർട്ടേഷൻ സെന്ററിലേക്കാണ് കിടന്നത്. അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ട് പോയ ആളാണ് ഹൈദോസ് എന്ന് പറഞ്ഞ പഴയ പോരാണ്. അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ട്. ഏതാണ്ട് 50ഓളം ആളുകളെ ഇങ്ങനെ നാടുകടത്തിന്റെ രേഖകൾ ഒരുപക്ഷെ നാഷണൽ ആർക്കൈവ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലബാറിന് ബോട്ടാനിക്കൽ ബേ ഓസ്ട്രേലിയയിൽ അങ്ങനെ ലിങ്ക് ഉണ്ട്. ഇല്ല, ഞാനീ പറഞ്ഞ കോൺവിക്ട് ട്രയൽസ് ഇഷ്ടം പോലെ കണ്ടു. പിന്നെ റോഡുകൾ അതിലൊരു പക്ഷെ മലയാളി ഉണ്ടാവാം, അല്ലെങ്കിൽ മലബാറിൽ ഉണ്ടാവാം. കുറ്റവാളികളെ കൊണ്ട് നിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വളരെ വലിയ ഹൈറേഞ്ചിലേക്കുള്ള ചുരം പോലത്തെ റോഡാണ് ഞാനൊന്ന് കണ്ടത്. അതൊക്കെ ഈ കുറ്റവാളികൾ കൊണ്ട് നിർമ്മിച്ചത്. ബോട്ടാനിക്കൽ ബേ ഓസ്ട്രേലിയയിലെ ഹൈദരോസ് ആണ് ഏറ്റവും അവിടെ നാട് കടത്തിയ ഏറ്റവും പ്രശ്നം. ബാക്കി 19ഓളം പേര് പറയുന്നുണ്ട്. പോണി നമുക്ക് നമ്മൾ കാണേണ്ടതില്ല. അവര് പുതിയ തലമുറ ശരിക്കും മിങ്കിൾ ചെയ്തത്. അപ്പൊ ഞാൻ പോകുമ്പോൾ സന്തോഷം ജസ്റ്റ് നോട്ട് ചെയ്തോണ്ടെന്ന് പറഞ്ഞു അവർ അബോർജിനൽ ഫാമിലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ തോന്നി. കുട്ടികളെ കാണുമ്പോൾ തോന്നുന്നില്ല. പുതിയ തലമുറ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അവര് പിന്നെ രാഷ്ട്രീയത്തിലുണ്ട്, ക്രിക്കറ്റ് ടീമിലുണ്ട്. അബോർജിനൽസിന്റെ ലിറ്ററേച്ചർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നോവലുകൾ വന്നിട്ടുണ്ട് അവരുടെ ലൈഫ്. അത് വലിയൊരു സംഭവമാണ്. പക്ഷെ പുതിയ തലമുറ മാറി. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ എംബസി കാൻബറയിലെ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ എംബസി കാണാൻ വേണ്ടിയിട്ട്, എംബസി അല്ല സമരപ്പന്തലാണ്, പക്ഷെ എംബസിന്ന് അവർ വിളിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവിടെ ആരുമില്ല. അപ്പൊ ഞാനും റേച്ചേട്ടനും കൂടി അവരുടെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ ഞങ്ങൾ പോയപ്പോൾ ഒരു ചങ്ങാതി ഓടിന് വന്നു വഴിയും കൊണ്ട്. ആദ്യം അതിൻ്റെ നായ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോഴും മേലേക്ക് നായ ചാടാൻ ഒരുങ്ങി. ഞങ്ങൾ പേടിച്ച് ഇപ്പുറത്തേക്ക് മാറി. അപ്പോൾ അയാൾ വഴി കൊണ്ട് നായനെ കൺട്രോൾ ചെയ്ത് പറഞ്ഞു, ടുഡേ ഈസ് സൺഡേ എന്നാണ്. പക്ഷേ ഇന്ന് ഞായറാണെങ്കിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അത് വളരെ റഫാണ്. അവർ സമര വളണ്ടിയർമാർ മാറി എത്രയോ വർഷങ്ങളായിട്ട് അവിടെ അതുണ്ട്. പിന്നെ വേറൊന്ന് അവരുടെ ട്രഡീഷണൽ വേഷം നമുക്ക് ഈ കങ്കാരുവിന്റെ തൊലി കൊണ്ടുള്ള ഉടുപ്പും പിന്നെ കൊക്കറ്റൂവിന്റെ തൂവലുമാണ്. സിഡ്നിയിൽ എത്ര 65,000 എന്തോ എണ്ണം പറയുന്നു. അപ്പോൾ സിഡ്നി പരിസരത്ത് മാത്രം. കാൻബറയിൽ 2 ലക്ഷം ചിഹ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2010 ഇവരുടെ ഒരു പ്രതിനിധി ആദ്യമായി പാർലമെന്റിൽ വന്നപ്പോൾ അയാൾ ഈ വേഷം ധരിച്ചാൽ വന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഇത് പ്രകാരം അത് പറ്റില്ല. പക്ഷെ അവർ പെർമിഷൻ കൊടുത്തു. അത് ഒരു ചരിത്രമാണ്. ഈ കങ്കരൂസ്, അതിന് പേരുണ്ട്. കങ്കരുവിൻ്റെ ആ തൊലി കൊണ്ടുള്ള വേഷം, അതും ഈ കൊക്കറ്റുവിൻ്റെ ഫെദറും അനുവദനീയമാണ് എന്ന് ഇവർക്ക് വേണ്ടിയിട്ട് നിയമം മാറ്റിയത്. ഓസ്ട്രേലിയയിൽ ഉണ്ട്, യൂറോപ്പിൽ വളരെ കുറച്ചുണ്ട്. എന്താ ഈ ഓസ്ട്രേലിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ? യൂറോപ്പിലുണ്ടോ എനിക്കറിയില്ല. പിന്നെ കങ്കരൂസിൻ്റെ കാര്യം പറയുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമുള്ളതാണ്. പെൻഗിൻ കുറച്ചുണ്ട് ഓസ്ട്രേലിയ. പിന്നെ ഇതിലുണ്ട്, അക്വേറിയത്തിലുണ്ട്. കാങ്കരൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഗൂഗിൾ ചെയ്തപ്പോൾ പറയുന്നത് പണ്ട് വൻകര വിസ്ഥാപന സിദ്ധാന്തം ഉണ്ടത് പാൻജിയ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ഭൂമി ഒറ്റ വൻകരയായിരുന്നു, ഇതൊന്ന് വേർപെട്ട് പോയി എന്ന് പറഞ്ഞതിൽ ഈ ജീവികളെല്ലാം ഉൾപ്പെട്ട ആ സ്ഥലം ഒറ്റ പീസായിട്ട് ഓസ്ട്രേലിയയിൽ അവരവിടെ ഒതുങ്ങി എന്നാണ് പറയുന്നത്. ഈ കങ്കരൂസ് മാത്രമല്ല, പിന്നെ കാങ്കരൂസ് മാത്രമല്ല, നമ്മൾ നോക്കിയപ്പോൾ സഞ്ചി ജീവികൾ 10-30 തരമുണ്ട്. കോവില സഞ്ചിയുള്ളതാണ്. കോവില സഞ്ചിയുള്ള ജീവിയാണ്. കങ്കാരു എലിയുണ്ട്, പിന്നെ എക്കിടുന്ന അങ്ങനെ എന്തൊക്കെ ഉണ്ട്. കുറെ ജീവികളുണ്ട് സഞ്ചിയുള്ള ജീവികൾ. കൃഷി ഞാൻ വെറുതെ സന്തോഷത്തോടും എൻ്റെ ചേട്ടനോ പറഞ്ഞു എനിക്കൊരു കൃഷിക്കാരനെ കാണുന്നുണ്ട് പറഞ്ഞു. കൃഷിക്കാരനെ പ്രധാനമന്ത്രിനെ വേണമെങ്കിൽ കാണാം, പക്ഷെ കൃഷിക്കാരനെ കാണാൻ, കൃഷിക്കാരൻ അവിടുത്തെ ഒരു മില്യനെയറാണ്.
ഏക്കർ കണക്കിന് വലിയ ഫാം, അതിൻ്റെ നടുക്ക് ഒരു ഫാം ഹൗസ്, അവിടെ കുളം, എല്ലാ സംവിധാനം. ബീഫ് ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഭക്ഷണം യൂറോപ്യൻ ഫുഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ രാജ്യക്കാരുടെ ഭക്ഷണമുണ്ട്, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. യൂറോപ്യൻ ഫുഡാണ് മെയിൻ, ബർഗർ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഒക്കെ കത്തിയും ഫോർക്കും മറ്റൊക്കെ ഉപയോഗിച്ച് കഴിക്കേണ്ട സാധനം. വെജിറ്റബിൾ സാലഡ് എല്ലാറ്റിലും നിർബന്ധമായെന്നുള്ള രൂപത്തിൽ വെജിറ്റബിൾ സാലഡ് അവർ കഴിക്കുന്നുണ്ട്. ഹോട്ടലിൽ ചെന്നാലൊക്കെ നമുക്കത് കിട്ടും. പിന്നെ കൃഷിക്കാര് വലിയ വലിയ കൃഷിക്കാരാണ്. ചെറുകിട ഇവിടെ നമ്മൾ മറ്റേ സമരത്തിലൊക്കെ പറഞ്ഞ പോലത്തെ വലിയ കൃഷിക്കാരാണ്. വലിയ ഫാം, കുതിരയെ വളർത്തുന്ന ഭയങ്കര കോടീശ്വരന്മാരാണ്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകൾ ആണ് കൂടുതൽ, പബ്ലിക് സ്കൂൾ എല്ലാവരും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് മലയാളികളൊക്കെ എന്താ പറയുക, നമ്മളവിടുത്തെ ഒരു ചിന്ത കൊണ്ടും ക്രിസ്ത്യൻ സ്കൂള്, മുസ്ലിം സ്കൂളൊക്കെ നോക്കി ചേർക്കുന്ന കുറച്ച് അങ്ങനത്തെ മുസ്ലിം സ്കൂളൊക്കെ ഉണ്ട് അവിടെ. മുസ്ലിം സ്കൂളൊക്കെ പലസ്തീനികളൊക്കെ നടത്തുന്ന പിന്നെ ചില സ്കൂളൊക്കെ ഉണ്ട്, അതിലൊക്കെ അവർ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് സ്കൂൾ വലിയ സെറ്റപ്പുള്ള സ്കൂളാണ്. ഞാൻ 3 സ്കൂളിൽ പോയി. അപ്പോൾ മൊമ്മക്കണ്ടം പേരക്കുട്ടി പഠിക്കുന്ന സ്കൂൾ ഞാൻ ചെന്നപ്പോൾ സ്കൂൾ വിട്ട സമയമാണ്, പക്ഷേ ഉച്ചവരെയുള്ളൂ. പക്ഷേ സ്കൂൾ വിടുന്ന സമയം ഓരോ ക്ലാസ്സിനും ഓരോ ടൈമാണ്. ഒന്നായിട്ട് 4 മണിക്ക് ബെല്ലടിച്ചുള്ള ഒരു പാച്ചിലുണ്ട്. ഈ പരിപാടിയില്ല. 8ാം ക്ലാസ് ആദ്യം. ഞാൻ ചോദിച്ചത് എങ്ങനെ അറിയാം? ഓരോന്നിനും ബെല്ല്, മ്യൂസിക് ഉണ്ട്, അത് കുട്ടികൾക്ക് അറിയാം. ആ ബെല്ല് കേട്ടിട്ട് അവർ പോവുള്ളൂ. പിന്നെ പ്രൈമറി 7ാം ക്ലാസ് വരെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളെ പാരൻസ് സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടണം, തിരിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ഒരു പ്രധാനപ്പെട്ട പണി അതാണ്, കുട്ടികളെ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്കൂളിൽ പോവാം. പിന്നെ സ്കൂളിൽ കുട്ടികൾ, ഞാൻ ഒരു 2 വർക്കിംഗ് ടൈമിന് പോയത് 2 സ്കൂളാണ്. അപ്പോൾ കുട്ടികളെ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നു, അത്തരം കാര്യങ്ങൾ കാണുന്നു. ലാംഗ്വേജുകൾ, കുറേ ലാംഗ്വേജുകൾ പഠിക്കാനുള്ള അവസരമുണ്ട്. കുട്ടികൾ നന്നായി ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മൊമ്മക്കാൻ്റെ പേരക്കുട്ടിൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയൊരു കാര്യം, ആ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിൽ പോകാൻ കാണാൻ പറ്റിയിട്ടേ ഉള്ളൂ, പക്ഷേ കുട്ടിയായിട്ട് സംസാരിച്ചു. പിന്നെ ഒരു കൗതുകം തോന്നി, പെൻ ലൈസൻസ് എന്ന സാധനം കുട്ടിക്കുണ്ട്. കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ്. കുട്ടി പെൻസിൽ കൊണ്ട് 4 വരെ എഴുതുകയും കുട്ടി പേന ഉപയോഗിക്കാനായിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് ബോധ്യപ്പെട്ട് ടീച്ചർ കൊടുക്കുന്ന ഒരു ലൈസൻസാണ് പെൻ ലൈസൻസ്. അത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടി ഇനി മുതൽ പേന കൊണ്ട് എഴുതാം. അപ്പോൾ ഇത് ഇവിടെ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, 2ാം ക്ലാസ് വരെയൊക്കെ പെൻസിലാക്കിയിട്ട് പിന്നെ പേനയേ ഉള്ളൂ. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെൻ ലൈസൻസ്. കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം, ഞാൻ എന്താ പേനയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എഴുത്ത് അത്തരം കാര്യങ്ങൾ കാണിക്കുന്നൊരു ശ്രദ്ധയും കൂടിയാണ്. പാരൻസ് മീറ്റിൻ്റെ ഒക്കെ നോട്ടീസുകൾ കണ്ടു, വളരെ സീരിയസ് ആണ്. പിന്നെ ഞാൻ ചെയ്തത് സ്കൂൾ മാഗസിനോട് കലക്ട് ചെയ്തു. സ്കൂൾ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും. കുറേ നമുക്കിവിടെ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും അതുള്ളക്കുട്ടി ഇടവണ്ണ എന്ന യാത്രികനെയാണോ കേട്ടത്, അതുള്ളക്കുട്ടി മാഷ് എന്ന യാത്രാ വിദ്യാഭ്യാസം നൽകുന്ന ആളെയാണോ കേട്ടത്? എനിക്കറിയില്ല, നിങ്ങൾ വിലയിരുത്തുക. ഇത് ശരിക്കൊരു വിദ്യാഭ്യാസമായിരുന്നു, ശരിക്കൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ഇരുന്നത്, വെറും യാത്രാ വിവരണത്തിലായിരുന്നില്ല. ഈ 3 യാത്രികർക്കും ഇനിയും കുറേ പറയാനുണ്ട്. നമുക്കാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനി ചോദിക്കാനുമുണ്ട്. ഈ 3 പുസ്തകമായി വരട്ടെ, നമുക്കെല്ലാവർക്കും വായിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കൺക്ലൂഷൻ, നമുക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ, ഇപ്പം കലയുമായി എന്താ പക്ഷേ ഒരു ഫോട്ടോ, ഓക്കെ, നമുക്ക് ഫോട്ടോ വിളിച്ചെടുക്കാം. കലയുടെ ഈ ഒരു പരിപാടി പിന്നെ വളരെ അടുത്ത ആൾക്കാരായതുകൊണ്ട് പറയണം, കല വളരെ ഒരു പുതുമയുള്ള രീതിയിൽ ആണ് ഈ പരിപാടിയെ കണ്ടത്. ഒരേ സമയത്ത് 3 പേര് നടത്തി എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു അവിചാരിതമായിട്ടുണ്ടായിട്ടുള്ളൊരു സംഗതി. പക്ഷേ യാത്ര നമ്മൾക്കറിയാം, നമ്മുടെ മനസ്സിനൊക്കെ വിശാലമാക്കുന്നുണ്ട്. യാത്രയെക്കുറിച്ച് കേൾക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതൊരു യാത്രയെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ കലയിലൂടെ നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മളതിൽ തുടർന്നുള്ള കാര്യങ്ങൾ, അത് യാത്രികരുടെ അനുഭവങ്ങൾ പറയാനാവാം, ഇടയ്ക്ക് നമുക്ക് ഒരുമിച്ചുള്ള യാത്രയാവാം. വക്കീലൊക്കെ ഒരു അപ്പൂപ്പത്താടികൾ നല്ലൊരു പരിപാടി, അപ്പൂപ്പത്താടി ഇങ്ങനെ കാറ്റി പോകാൻ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. അത്തരം യാത്രകളും ആവാം, പ്ലാൻ ചെയ്ത യാത്രയാവാം, കണ്ടക്റ്റഡ് യാത്രകളും ആവാം. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കണം. മറ്റൊന്ന്, ഇതിൽ
കല എന്നുള്ളത് ഇപ്പോൾ ഈ പരിപാടിയിൽ നമ്മൾ മെസ്സേജൊക്കെ അയച്ചപ്പോൾ ചിലരൊക്കെ ചോദിച്ചു രജിസ്ട്രേഷൻ വേണോ, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല എന്തോ അങ്ങനെയാണ്, എന്തോ അറിയില്ല, അങ്ങനെ തോന്നൽ വന്നോ അതോ ഇനിയിപ്പോൾ പ്രോഗ്രാമിൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ടൊന്നും അറിയില്ല. കല വളരെ അനൗപചാരികമായ ഒരു കൂട്ടായ്മയാണ്. അതിങ്ങനെ ഉണ്ടായി വന്നൊരു ഗ്രൂപ്പാണ്. അത് ആദ്യം വന്ന ആളുകൾ പിന്നെ അതിലേക്ക് ചേർന്നു, ചിലരൊക്കെ പിന്നീട് വേറെ വഴിക്ക് പോയി. പക്ഷെ ഒരുപാട് പുതിയ ആളുകൾ വന്നു. ഇതിൻ്റെ സഹയാത്രികരാവാൻ താല്പര്യമുള്ളവർക്ക് ആർക്കും ആവാം. കല വളരെ ഫ്ലെക്സിബിളാണ്. ഇതിനകത്ത് വിശാലമായ മാനവികതയുടെ ഒരു രാഷ്ട്രീയമാണുള്ളത്, കക്ഷി രാഷ്ട്രീയം ഇല്ല. പിന്നെ വളരെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അങ്ങനെയുള്ളതൊക്കെ സങ്കുചിതമായി കാര്യങ്ങളെ കാണുന്ന ആളുകൾക്ക് എവിടെയും പ്രയാസമായിരിക്കും സഹകരിക്കാൻ, അവർക്ക് കലയിലും സഹകരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അല്ലാത്ത വിശാല മാനവികതയുള്ള സൗഹൃദം ആഗ്രഹിക്കുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കല ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഇതിൽ അംഗങ്ങളാവാം. വേറെ ഫോർമൽ മെമ്പർഷിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇതിൽ വരുന്നവരൊക്കെ ഇതിന് സഹയാത്രികരാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയിക്കാം. ഇത് കല ഒന്ന് യാത്ര ബേസ് ചെയ്ത് നടത്തി നോക്കിയ ഒരു പരിപാടിയാണ്. നമുക്കിത് വീണ്ടും തുടരാം. ഇനി നമുക്ക് ഓഗസ്റ്റിൽ പൂങ്കുടിയിൽ മനയിൽ വെച്ച് എല്ലാ വർഷവും നടത്തി വരുന്ന മഴനിലാവ് പരിപാടിയുണ്ട്. ഓഗസ്റ്റ് മാസം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇപ്രാവശ്യം നടത്തണമെന്ന് ആലോചിച്ച് വരുന്നു. അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ആവണേ ഉള്ളൂ. അടുത്ത മാസം പിന്നെ രാമേന്ദ്രൻ വക്കീലിനെ നിങ്ങൾക്ക് അറിയാം. വക്കീൽ ഒരു എഴുത്തുകാരനെ കൂടിയാണ്, 2 നോവൽ എഴുതിയ മനുഷ്യനാണ്. നന്നായിട്ട് മലയാളത്തിൽ വായിക്കപ്പെടുന്ന 2 നോവലുകൾ, ചെറുമ്പ്, അംശം ദേശം, അതുപോലെ തന്നെ അധികാരി എന്ന ഈ 2 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ 2 നോവലും സ്വീകരിക്കപ്പെട്ട 2 നോവലുകളാണ്. അപ്പോൾ ഈ അടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് നേരിട്ട് പരിചയമില്ലാത്ത ഈ നോവൽ വായനക്കാർ അദ്ദേഹത്തെ അന്വേഷിക്കുകയും കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വെറുതെ ഒരു ആശയം തോന്നിയതാണ്. അതിൻ്റെ വായനക്കാർ, പ്രത്യേകിച്ച് വിദൂര സ്ഥലത്തുള്ള ഇതിൻ്റെ വായനക്കാർ ഒക്കെ ഒന്ന് ഒത്തുചേർന്നുകൊണ്ട് ഒരു പരിപാടി നടത്തിക്കൂടെ എന്നുള്ള ഒരു ആലോചന വന്നു. അടുത്ത മാസം 12-ാം തീയതി, ജൂലൈ 12-ാം തീയതി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഞ്ചേരി വെച്ച് തന്നെയാണ്, കോട്ടക്കലാണ്. അതിനകത്ത് പിന്നെ കുറച്ചുകൂടെ വളരെ സീരിയസ് ആയിട്ട് ആ നോവലിനെ കുറിച്ച് സംസാരിക്കാൻ രാജശ്രീയെ പോലെയുള്ള എഴുത്തുകാർ, അതുപോലെ ആലങ്കോടി രാകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ അവരുണ്ടാവും. ഒപ്പം നോവൽ വായിച്ച എല്ലാവർക്കും നോവൽ അനുഭവം പങ്കിടുന്ന രൂപത്തിലുള്ള ഒരു പരിപാടി ആയിരിക്കും. പരിപാടിയുടെ കാര്യങ്ങൾ ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ജൂലൈ 12-ന് കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ്. കുറച്ച് നല്ലൊരു ലൊക്കേഷനാണ്, എല്ലാവരും ചെന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കലയുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ പരിപാടിക്കും വ്യക്തമായിട്ടുള്ള ഒരു വിശാല രാഷ്ട്രീയമുണ്ട്. 3 വൻകരകളിലൂടെ സഞ്ചരിച്ച് മനുഷ്യനെ കണ്ട, അതിരുകൾക്ക് അപ്പുറത്തുള്ള മനുഷ്യരെ കണ്ട ഒരു ഫീലിംഗ് ആണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നമ്മുടെയും മനസ്സ് അതുപോലെ തന്നെ വളരെ ചക്രവാളങ്ങൾക്കപ്പുറത്തേക്ക്, അതിരുകളില്ലാത്ത രൂപത്തിലേക്ക് കരയും കടലും ആകാശവും കടന്ന് വിശാലമാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ നന്ദി. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഉള്ളവർക്ക് ഒരു ഫോട്ടോ, ഒരുമിച്ചൊരു ഫോട്ടോ കൂടി എടുക്കാം.